ബാവായാൽ തൻ്റെ സൈഹിക സന്ദർശന വേളയിൽ 1982 സൂലോറോ പള്ളി എന്നും 2004 ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രവും കത്തീഡ്രലുമായി പ്രഖ്യാപിച്ച പണങ്ങാട് വിശ്വമത്ത മറിയാം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളായ സെന്റ് മേരീസ് സൺഡേ സ്കൂൾ, വിശ്വമത്ത മറിയാം വനിതാ സമാജം, സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ, വിശ്വമത്ത മറിയാം വയോജന സംഘടന, സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ, പ്രാർത്ഥനാ യോഗങ്ങൾ എന്നിവയുടെയും സാമൂഹിക സേവന സംഘടനകളായ വിശ്വമത്ത മറിയാം സേവക സംഘം, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ മണർകാട് എന്നിവയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സെന്റ് മേരീസ് കോളേജ്, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് ഹൈസ്കൂൾ, സെന്റ് മേരീസ് ITC, സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയുടെയും ഏകോപിച്ചുള്ള വാർഷിക സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ഈ സംഘടനകൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരം ഈ ദേശത്തുള്ളവർ എന്നല്ല, നാനാജാതി മതസ്ഥരായ അനേകർക്ക് അത് പ്രയോജനീഭവിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാധുജന സേവന സംഘടനയായ വിശുദ്ധ മർത്തമറിയാം വനിതാ സമാജം ഒരു വർഷം 1 കോടി രൂപയോളം സാധുജന സേവനത്തിനായി വിവിധ പദ്ധതികളിലൂടെ ചെലവഴിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമത്രേ. എല്ലാ വർഷവും 15 വീടുകളോളം സാധുജനങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്ത് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ഭവനമില്ലാത്തവർക്ക് കയറിക്കെടുക്കുവാൻ ഒരിടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സേവക സംഘം ചെയ്യുന്ന വലിയ ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. ഇപ്പോൾ ഈ സംഘടനകളുടെ വാർഷിക സമ്മേളനം ആരംഭിക്കുന്നു. വിശിഷ്ടാതിഥികൾ സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സമ്മേളനം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്ത ശ്രീ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് തിരുമനസിനോട് വിനയപൂർവ്വം അപേക്ഷിക്കുകയും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ രാജ്യം വേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അമ്മയെ അപേക്ഷിച്ചോളണമേ. ആമീൻ. എല്ലാവർക്കും തലസ്ഥാനങ്ങളിലിരിക്കാം. ഈ പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും മറ്റ് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് ഈ പള്ളിയുടെ ബഹുമാന്യനായ വികാരി റവറൻ E.T. കുര്യാക്കോസ് എപ്പിസ്കോപ്പായ അച്ഛനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്റ്റേജിൽ ആഗ്രഹിക്കുന്ന അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിമാരെ, മറ്റ് വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയരെ, ഈ യോഗത്തിൽ ഹാജരായിരിക്കുന്ന മകൾ വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളുമായി വന്നിരിക്കുന്ന ഏറെ ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുവെന്ന് വിശ്വാസത്തിൽ ഈ ഇടവകയിലെ പ്രധാന സ്ഥാപനങ്ങളെക്കുറിച്ചുകൂടി വളരെ ചുരുക്കമായി പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നീണ്ടുപോകുകയില്ല, വളരെ ചുരുക്കമായിട്ട് പറഞ്ഞുകൊള്ളാം. ഈ ഇടവകയിൽ 1ാം ഗ്രേഡ് ഒരു കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതോടൊപ്പം ഹയർ സെക്കൻഡറി സ്കൂള്, ഹൈസ്കൂള്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ITC ഇവയെല്ലാം പ്രവർത്തിക്കുന്നു. ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സേവാ സംഘം ഇടവയിലെ മറ്റൊരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങളുടെ ആധ്യാത്മിക വളർച്ചയ്ക്കായിട്ട് 16 സൺഡേ സ്കൂളുകൾ വിവിധ കരകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. യുവജന സമാജം, വൃദ്ധന്മാരുടെ സംഘടന, സ്ത്രീ സമാജം, ബാലസമാജം, ഇങ്ങനെ വളരെയധികം മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. ഇതേക്കുറിച്ചൊന്നും സവിസ്തരം പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കമായി ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യോഗാധ്യക്ഷൻ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. ഈ പള്ളിയുടെ എന്നല്ല ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവാണ് തീമോത്തിയോസ് തിരുമേനി. ഈ തവണത്തെ പെരുന്നാളിന് പതിവില്ലാതെ കൊടിമരം ഉയർത്തുന്നതിൻ്റെ ചടങ്ങിൽ പോലും അദ്ദേഹം സംബന്ധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പ്രസ്താവിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സന്ധ്യ നമസ്കാരത്തിലും അദ്ദേഹം വന്ന് അവർക്ക് സംബന്ധിക്കുന്നുണ്ട്. ഈ യോഗത്തിലേക്ക് അഭിമന്യ തിരുമേനിയെ വളരെ ഭയഭക്തിയോടുകൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ 10 മിനിറ്റ് എത്തുമെന്നാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഈ ഇടവയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹം, അതായത് ITCയുടെ ആരംഭം, അതുപോലെ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ഇവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ശ്രമിച്ചത്, ഇങ്ങനെയുള്ള ഇവിടുത്തെ ഇടവേള എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അതൊക്കെ യാതൊരു മടികൂടാതെ നിവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുവാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് ശ്രീ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. എപ്പിസ്കോപ്പൽ സുന്നോദോസ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. സഭയുടെ പുരോഗമനത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ വന്നിരിക്കുന്ന MSOT സെമിനാരി പ്രസിഡന്റ് മെത്രാപ്പൊലീത്ത നിതാന്ത മന്ത്രി ശ്രീ ഡോക്ടർ കുര്യാക്കോസ് മാർ ദയാപോലിസ് തിരുമേനി, അദ്ദേഹം ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. നല്ല ഒരു പ്രസംഗം അദ്ദേഹം ചെയ്തു. നിങ്ങളെല്ലാം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു പ്രധാന ആള് നിങ്ങൾക്ക് പലർക്കും പരിചയമില്ലാത്ത ഒരാളുണ്ട്. ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആശംസാ പ്രസംഗവും പതിനഞ്ച് ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മവും നിർവഹിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ ഒന്ന് എഴുന്നേറ്റ് വന്നാണെന്ന് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ തിരുമേനിയോട് വന്ന മുറിയിലിരിക്കുമ്പോൾ ഇതേ കയറി വന്നു. ഒരു സാധാരണ മനുഷ്യന് ഇതാണോ ഈ മേളാമ്പറമ്പിലിൻ്റെ പുള്ളിയെന്ന് ഞാൻ സ്വയം ചിന്തിച്ച് സ്വല്പസമയം പുഞ്ചിരിച്ചെന്നിരുന്നു പോയി. വളരെ സിമ്പിൾ ലൈഫ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം ജനനം തിരുവല്ല മേളംപറമ്പിൽ 1954 മെയ് 14 വിദ്യാഭ്യാസം തിരുവനന്തപുരം റിവാനിയസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആളാണ്. ഇൻഡോർ സ്കൂൾ ആൻഡ് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും സമ്പാദിച്ച മേളം ചാരിറ്റബിൾ ഇന്റർനാഷണലിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റാണ് അദ്ദേഹം. ഇതുവരെ ഏതാണ്ട് 1,25,000 രോഗികൾക്ക് 1,25,000 രോഗികൾക്ക് ഒന്ന് കൈയടിച്ചല്ലായിരുന്നു ഒന്ന് അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ. ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അത് ജാതി മത ഭേദമന്യാണ് ചെയ്തിട്ടുള്ളൊരു വലിയ മനുഷ്യനെയാണ് ഈ സ്റ്റേജിൽ നിങ്ങൾ കാണുന്നത്.
ചാരിറ്റിക്ക് വേണ്ടി 15 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. 15 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ദൈവം അദ്ദേഹത്തെ വളരെയധികം ഉയർത്തിയിട്ടുണ്ട്. 2010 പത്മശ്രീ ബഹുമതി കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഒന്നുകൂടെ നിങ്ങൾ കൈയടിച്ച് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി വളരെ സന്തോഷം ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനടുത്തതായി ആശംസാ പ്രസംഗവും സമൂഹ വിവാഹ ധനസഹായ വിതരണവും നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട വനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം എത്തിയില്ല. അദ്ദേഹം ഉടനെ അദ്ദേഹത്തെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഈ സമയം വിനിയോഗിച്ചുകൊള്ളുന്നു. ജോസ് കെ മാണി ഒരു ആശംസാ പ്രാസംഗികനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എറണാകുളത്ത് വളരെ അത്യാവശ്യമായി ചെന്നത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നേരത്തെ ഞങ്ങൾ കുർബാന കാപ്പിട്ടുമ്പോൾ അവിടെ വന്ന് അനുവാദം വാങ്ങിച്ച് പോയി. എന്നാലും അദ്ദേഹം ഇവിടെ എത്തിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എറണാകുളത്ത് പിന്നെ അതുപോലെ എല്ലാ കൊല്ലവും ഇവിടുത്തെ ഒരു ഒരു മാറാ പ്രസംഗകനായിട്ട് വന്നു ചേർന്നിരിക്കുന്ന ഒരാളാണ് നമ്മുടെ VN വാസവൻ. അദ്ദേഹം ഇവിടെ വരുമ്പോൾ നല്ല ഒന്നാമതൊരു കോൺഗ്രസ്സുകാരനാണ്. സംസാരത്തിൽ നല്ല കോൺഗ്രസ്സുകാരാണ്. അതായത് ഈ വർഷവും സ്വാഗതം ചെയ്യുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മുതിർന്ന അംഗങ്ങളെ ആദരിക്കലാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാ വൈദിക സദസ്യരെയും നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ഇടവ മെത്രാപ്പൊലീത്ത എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സാമുദായിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം നൂതന ആശയ ആവിഷ്കരണത്തിലൂടെ പരിശുദ്ധ സഭയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്ന ശ്രീ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. അഭിവന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, മറ്റ് വൈദികരെ, ഇന്ന് സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തെ സമൃദ്ധമാക്കുന്ന മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നാം പ്രതീക്ഷിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി, അതുപോലെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമുക്ക് നിങ്ങളിൽ പലർക്കും അധികം പരിചയമില്ലാത്ത എങ്കിലും കേരള സാമൂഹ്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധേയനായ പത്മശ്രീ ശ്രീ കുര്യൻ ജോൺ മേളാംപറമ്പിൽ, ശ്രീ VN വാസവൻ, അതുപോലെ വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ടാതിഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശ്വാസികളെ, മണർകാട് പള്ളിയിലെ 8 നോമ്പിന് എത്തിച്ചേരുന്ന ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിനമാണ് ഈ സമ്മേളനം. പള്ളിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബൃഹത്തായ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തുള്ളതായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു ചിത്രം ഓരോ വർഷവും വരച്ചു കാട്ടുന്നതാണ് ഈ സമ്മേളനത്തിലൂടെ ചെയ്യുന്നതായ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ ഇടവക ഇത് ഒരു പിൽഗ്രിം സെന്ററാണ്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രം എന്ന പേരിൽ പ്രഖ്യാപിതമായിട്ടുള്ള പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായാൽ ആ സംജ്ഞ നൽകിയിട്ടുള്ള ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾ, സഭാംഗങ്ങൾ മാത്രമല്ല മറ്റുള്ളവർ ഒക്കെ ഇവിടെ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തിരികെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഓരോ വർഷവും കൂടുതലായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ജനസമൂഹം. ഇവിടെ വരുന്നവരെ വളരെ നന്നായിട്ട്
ഈ ദിവസങ്ങളിൽ ഇവിടെ താമസിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുവാനും ഒക്കെ ഈ ഇടവക അടുത്ത കാലത്തായിട്ട് വളരെ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കഞ്ഞി നേർച്ച നടത്തിക്കൊണ്ട് എത്രയായിരം പേര് വന്നാലും അവർക്കൊക്കെ ആ ഭക്ഷണം നൽകിക്കൊണ്ട് ഈ ഇടവക ചെയ്യുന്നതായ വളരെ വലിയ ആ ഒരു പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ടുള്ളതാണ് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇടവകയ്ക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സാധുജന സംരക്ഷണാർത്ഥം പല കാര്യങ്ങളും ഇടവക ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയും ചെയ്യുന്നത് ഇവിടെ വരുന്ന ആ നേർച്ച, അതുപോലെ ഇവിടെ ജനങ്ങൾ സമർപ്പിക്കുന്നതായ നേർച്ച കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതായ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് ഈ ആസ്പത്രി, ഇവിടെയുള്ള ആസ്പത്രി വളരെ നന്നായിട്ട് വികസിപ്പിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടവക ഭരണസമിതി ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. കോളേജ്, അതുപോലെ ഹൈസ്കൂൾ, +2 സ്കൂൾ, CBSE സ്കൂൾ, ITC, ഇതിലൂടെയൊക്കെ വാസ്തവത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള ഏറ്റവും അതുല്യമായ ഒരു സേവനമാണ് ഈ ഇടത്തുകൂടി ഇടവക നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പല രംഗങ്ങളിലും ആധുനികതയുടെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മാനേജ്മെന്റ് തത്വങ്ങൾ കുറെ കൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഈ തരുണത്തിൽ എടുത്തു പറയേണ്ടതായ കാര്യമാണ്. അതിനായിട്ട് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, ജോലിക്കാരെ, അതുപോലെ അതിൻ്റെ മാനേജ്മെന്റ് വിദഗ്ധരെയൊക്കെ വേണ്ട രീതിയിൽ കരിപ്പിടിപ്പിക്കേണ്ടത് ഒരു അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലും മുൻപോട്ട് ഊന്നൽ നൽകുവാനായിട്ട് ഇടവകയ്ക്ക് കഴിയണം എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇടവക ജനങ്ങൾ, അതുപോലെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിക്കാർ, അവരൊക്കെ ട്രസ്റ്റിമാർ, അവരൊക്കെയും കാണിക്കുന്ന ആത്മാർത്ഥത എടുത്ത് പറയേണ്ടതാണ്. എല്ലാം നന്നായിട്ട് ആയിത്തീരുവാനായിട്ട്, പ്രത്യേകിച്ച് ബൃഹത്തായ ഈ പെരുന്നാൾ ഇത് ഭംഗിയായിട്ട് നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ, വളരെ ബുദ്ധിമുട്ടേറിയതായ ഒരു കാര്യമാണ്. ഇടവക ജനങ്ങളുടെ വളരെ അത്യധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതിൽ പങ്കാളികളാകുന്നവർ, ഇതിൽ കഷ്ടപ്പെടുന്നവർ, അവരും അനുഗ്രഹീതരായി തീരുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഈ ഇടവക ഈ ദിവസത്തിൽ വിശുദ്ധ 8 നോമ്പിൻ്റെ ഇടയ്ക്കായിട്ട് നടത്തുന്ന ഈ പൊതുസമ്മേളനം അത് തീർത്ഥാടകർക്കും അതുപോലെ ഇവിടെ വരുന്ന ഏവർക്കും ഈ ഇടവക സംബന്ധിച്ച് ഒരു അറിവ് നൽകുന്നതിന് ഉള്ളതായ ഒരു കാര്യവും കൂടിയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെയും എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ്. അനുഗ്രഹകരമായിട്ട് ഈ 8 നോമ്പ് ദിനങ്ങളിൽ 8 ദിവസവും ഇവിടെ താമസിച്ച് പങ്കെടുക്കുന്ന തീർത്ഥാടകർ മുതൽ ഓരോ സന്ദർഭത്തിലായിട്ട് വന്നു പോകുന്നവർ തുടങ്ങി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പ്രസംഗിക്കുവാനായിട്ട് ഇന്ന് വളരെ അധികം വിശിഷ്ടാതിഥികൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ഇടവകയുടെ ഈ പെരുന്നാളിനെയും 8 നോമ്പ് പെരുന്നാളിനെയും അതുപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച്
ദൈവം എല്ലാ കാര്യങ്ങളിലും വഴി നടത്തുവാനും ആ ദൈവ പരിപാലന എപ്പോഴും ഉണ്ടായിരിക്കാനും തക്കവണ്ണം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇടവമത്തെ പുലത്തെ തിരുമേനിയോടുള്ള ഭക്തി ബഹുമാന ആദരവുകൾ സവിനയ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയിലെ വിവിധ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സേവന സംഘടനകളുടെയും വിദ്യാഭ്യാസ സംഘടനകളുടെയും ലഘു വിവരണം ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ ഈ പള്ളിയുടെ ബഹുമാന്യനായ സെക്രട്ടറി കരിമ്പന്നൂർ ഷാജി കെ ജോൺ അവരുകളെ ക്ഷണിക്കുന്നു. അന്ത്യോക്യായുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുന്ന നിവാന്തി വന്യ ദിവ്യ മഹിമശ്രീ മോറാൻമാർ ഇഗ്നാത്യോസ് അഫ്രേം ദിദിയൻ പാത്രിക്കിസ് ബാവായെയും കിഴക്കിൻ്റെ കാതോലിക്കായും മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയുമായ ഡോക്ടർ ആബുൻമോർ ബെസോലിയോസ് തോമസ് പ്രദൻ ബാവായെയും കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ തോമസ് മാർ തീമോത്യോസ് തിരുമേനിയെയും കീഴ്പ്പെട്ട് മന്ത്രാട് വിശുദ്ധ മർത്തമറിയാം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൻ്റെ ഭരണഘടനയ്ക്ക് വിധേയമായി 12 കരകളിൽ നിന്നുള്ള ഇടവക ജനങ്ങളെ 43 യൂണിറ്റുകളായി തരംതിരിച്ചും ജനാധിപത്യ രീതിയിൽ 43 കമ്മിറ്റി മെമ്പർമാരെ തെരഞ്ഞെടുത്ത് ഒരു സൺഡേ സ്കൂൾ പ്രതിനിധിയെയും 12 കരയിൽ നിന്നുള്ള ഇടവക ജനങ്ങളെ 43 യൂണിറ്റുകളായി തരംതിരിച്ച് ജനാധിപത്യ രീതിയിൽ 43 കമ്മിറ്റി മെമ്പർമാരെയും തെരഞ്ഞെടുത്തും 8 ഇടവക പട്ടക്കാരെയും ഇടവകയിൽ നിന്ന് ഒരു പള്ളി സെക്രട്ടറിയും കൂടി ചേർന്നാണ് ഈ കത്തീഡ്രലിൻ്റെ ഭരണസമിതി. 2015 ബഡ്ജറ്റ് തുകയായ 22,79,14,442 രൂപ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവിലേക്കായി പൊതുയോഗം അംഗീകരിച്ചിരിക്കുന്നു. 1982 ഫെബ്രുവരി 26-ാം തീയതി ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന കാലം ചെയ്ത മോറാൻമോർ ഇഗ്നാത്യോസ് സക്കാ പ്രഥമൻ ഐവാസ് പാത്രിക്കിസ് ബാവ തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിൽ എഴുന്നള്ളി വരികയും വിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ അംശം സ്ഥാപിക്കുകയും സൂനോറോ പള്ളി എന്ന പവിത്രമായ പദവി നൽകുകയും ചെയ്തു. ഫെബ്രുവരി 27-ാം തീയതി പരിശുദ്ധ പിതാവ് ഈ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ മൂറാൻ കുദാശ നിർവഹിക്കുകയും 2004 സെപ്റ്റംബർ 26-ാം തീയതി പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഈ ദേവാലയത്തെ കത്തീഡ്രലായി ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 12 കരകളിലായി 3000-ൽ പരം കുടുംബങ്ങളും 16,000-ലധികം ഇടവക അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു മഹാ ഇടവകയാണ് മന്ത്രാട് സെന്റ് മേരീസ് കത്തീഡ്രൽ. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻമാർ ഇഗ്നാത്യോസ് അഫ്രേം ദിദിയൻ പാത്രിക്കിസ് ബാവായുടെ മലങ്കരയിലെ ശ്ലൈഹിക സന്ദർശന വേളയിൽ നമ്മുടെ പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. പാത്രിക്കിസ് ബാബ തിരുമനസ്സുകൊണ്ട് മലങ്കരയിലെ ആദ്യ വിശുദ്ധ കുർബാന ഈ പള്ളിയിൽ 2015 ഫെബ്രുവരി 8-ാം തീയതി അർപ്പിക്കുകയും ഇടവകയെ ശ്ലൈഹിക വാഴ്വുകളാൽ അനുഗ്രഹിക്കുകയും ചെയ്തു. 2014 മുതൽ ഇടവക അംഗങ്ങളുടെ സമഗ്ര ആരോഗ്യ സുരക്ഷയെ മുൻനിർത്തി ആവിഷ്കരിച്ച ഇടവക ഇൻഷുറൻസ് പദ്ധതി പ്രകാരം മുഴുവൻ ഇടവക അംഗങ്ങൾക്കും ആരോഗ്യ പരിരക്ഷയോടൊപ്പം ഇൻഷുറൻസ് സുരക്ഷയും ഉറപ്പാക്കുവാൻ വേണ്ട നടപടികൾ ഈ വർഷവും തുടരുന്നു. നമ്മുടെ പള്ളിയുടെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നു എന്നുള്ളത് ഈ പദ്ധതിയുടെ സവിശേഷതയാണ്. സെന്റ് മേരീസ് കോളേജിന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഈ വർഷം പൂർത്തീകരിച്ചു. നമ്മുടെ പള്ളിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പുരോഗമന ഉദ്ദേശത്തോടുകൂടി സ്കൂളിന്റെ സമീപത്തായി 1.5 കോടി രൂപ വിലമതിക്കുന്ന സ്ഥലം വാങ്ങുവാൻ ഈ വർഷം സാധിച്ചു. പള്ളി ഓഫീസിന് മുൻവശം മനോഹരമായി നവീകരിക്കുവാനും ഈ വർഷം സാധിച്ചു. നമ്മുടെ പള്ളിയുടെ ധനസഹായത്തിൽ ഈ വർഷവും 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ആഗസ്റ്റ് മാസം 30-ാം തീയതി 8 യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം നടത്തുകയുണ്ടായി. ആയതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ യാക്കോബായ സഭാവിശ്വാസികളൊന്നും ഇതര ക്രിസ്തീയ സഭാവിശ്വാസികൾ 3, അക്രൈസ്തവർ 4. സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത 7 ജോഡി വധുവരന്മാർ അവരവരുടെ മതാചാര പ്രകാരം ആഗസ്റ്റ് മാസം 30-ാം തീയതിക്ക് മുൻപായി വിവാഹം നടത്തുകയുണ്ടായി. യാക്കോബായ സഭാവിശ്വാസികളായ വധുവരന്മാരുടെ വിവാഹ ശുശ്രൂഷ
ആഗസ്റ്റ് 30 2 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ചത് തൃശൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഏലിയാസ് മോർ അത്താനാസിയോസ് തിരുമൻസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. തുടർന്ന് പള്ളി അങ്കണത്തിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട വനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നവദമ്പതികൾക്ക് ആശംസകൾ അർപ്പിച്ചു. പ്രസ്തുത സമ്മേളനത്തിൽ 8 നവദമ്പതിമാരും പരസ്പരം ഹാരമണിഞ്ഞ് പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. സമൂഹ വിവാഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട വധൂവരന്മാരുടെ ഭാവി സുരക്ഷയെ മുൻനിർത്തി ഈ പദ്ധതിക്ക് വേണ്ടി 25 ലക്ഷം രൂപ 2015 ബഡ്ജറ്റിൽ വകയിരുത്തുകയുണ്ടായി. ഈ സംരംഭത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പള്ളി വികാരി, സഹവികാരിമാർ, ട്രസ്റ്റിമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പള്ളിയുടെ ഉടമസ്ഥയിൽ താഴെ വിവരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, ആധ്യാത്മീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു. സെന്റ് മേരീസ് ഹോസ്പിറ്റൽ 1947 ഒരു ഡിസ്പെൻസറിയായി ആരംഭിച്ച് ഇന്ന് 250 പരം കിടക്കകളും അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ, ഡയാലിസിസ് യൂണിറ്റ് അടക്കം വളരെയധികം ഡിപ്പാർട്ട്മെന്റുകളും 20ലധികം പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവുമുള്ള വൻകിട ഹോസ്പിറ്റലായി പ്രവർത്തിച്ചു വരുന്നു. ആധുനിക തലമുറ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ സേവനങ്ങളും ലഭ്യമാകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഈ സ്ഥാപനത്തെ ഉയർത്തിയെടുക്കുന്നതിനുള്ള കാഴ്ചപ്പാടിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. സെന്റ് മേരീസ് കോളേജ് ഈ നാടിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമെന്ന വണ്ണം 1981 ആരംഭിച്ച കോളേജ് ഇന്ന് ജില്ലയുടെ അതിരുകൾ കടന്ന് ശോഭിക്കുന്നു. ഒരു ജൂനിയർ കോളേജായി ആരംഭിച്ച് ഈ കലാലയം 1991 ഫസ്റ്റ് ഗ്രേഡ് കോളേജായി ഉയർത്തപ്പെട്ടു. 99 ബിരുദാനന്ദ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു. ഡിഗ്രി തലത്തിൽ 6 കോഴ്സുകളും PG തലത്തിൽ 4 കോഴ്സുകളും ഉൾപ്പെടെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു സീനിയർ എയ്ഡഡ് കോളേജായി പ്രവർത്തിക്കുന്നു. സെന്റ് മേരീസ് ITI തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി 1978 പ്രവർത്തനം ആരംഭിച്ച ITIയിൽ ഇന്ന് 6 കോഴ്സുകൾ നിലവിൽ പ്രവർത്തിക്കുന്നു. ഈ വർഷവും എല്ലാ ബാച്ചുകളിലും മുഴുവൻ സീറ്റിലും വിദ്യാർത്ഥികളെ ലഭിക്കുവാൻ കഴിഞ്ഞു. ഈ വർഷം ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ 100% വിജയം കരസ്ഥമാക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. സെന്റ് മേരീസ് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂള് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിന് നേരിട്ടിരിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി 1949 പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നായി വളർന്നു. 2015 SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. 1998 സ്കൂളിൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിച്ചത്. നിലവിൽ 4 സയൻസ് ബയോളജി ബാച്ചുകളും ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാച്ചും 2 കൊമേഴ്സ് ബാച്ചുകളും ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ചും സ്കൂളിലുണ്ട്. ആരംഭകാലം മുതൽ എല്ലാ വർഷവും ഉന്നത വിജയം കൈവരിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം 24 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടുവാൻ സാധിച്ചു. ഈ സ്കൂളിൽ NSS, SPC, നല്ല പാഠം എന്നീ യൂണിറ്റുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. സബ് ജില്ലാ ഗെയിംസിൽ ഫുട്ബോൾ, കബഡി എന്നീ ഇനങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടുവാനും ഈ വർഷം സാധിച്ചു. സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പ്രദേശത്തെ സാധാരണക്കാരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ 1972 ആരംഭിച്ച മലയാളം മീഡിയം നേഴ്സറി സ്കൂളിനെ 92 CBSE സിലബസിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി ഉയർത്തി. കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ സ്കൂളിന് 100% വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചു. സെന്റ് മേരീസ് സൺഡേ സ്കൂൾ ഈ ഇടവകയിലെ കുട്ടികളെ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചും പരിശുദ്ധവും പരിപാവനവുമായ വിശ്വാസ ആചാരങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുകയും സത്യവിശ്വാസത്തിലും ധാർമ്മിക ചിന്താഗതിയിലും അവരെ അടിയുറപ്പിക്കണമെന്ന തീരുമാനത്തോടുകൂടി 1926 സമാരംഭിച്ച സ്ഥാപനമാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം. 50 വിദ്യാർത്ഥികളുമായി പള്ളിയിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് കോട്ടയം ഭദ്രാസനത്തിന്റെ മണർകാട് ഡിസ്ട്രിക്റ്റിൽ 12 കരകളിലായി 16 സൺഡേ സ്കൂളുകളും 300-ൽ പരം അധ്യാപകരും 2000-ൽ പരം വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു മകൾ പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. വിശുദ്ധ മർത്തമറിയം സേവക സംഘം ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാധുജന സേവന സംഘടനയാണ് വിശുദ്ധ മർത്തമറിയം സേവക സംഘം. സേവനം സമ്പാദ്യം എന്ന ലക്ഷ്യത്തോടെ 1943 ഡിസംബർ 5 ആരംഭിച്ച ഈ പ്രസ്ഥാനം പ്രാരംഭ കാലഘട്ടത്തിൽ ഇടവകയിലെ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന
അരിയും ഉൽപ്പന്ന പിരിവും കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഇന്ന് അനേകം നല്ലവരായ ആളുകളുടെ സംഭാവനയും പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻറ്റും കൊണ്ട് സാധുജന സേവന രംഗത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജാതിമത ഭേദമന്യേയുള്ള വൈദ്യസഹായം, വസ്ത്രസഹായം, വിദ്യാഭ്യാസ സഹായം, വിവാഹ സഹായം, ഭവന നിർമ്മാണം, അതുപോലെ സാമ്പത്തിക പരാധീനതയുള്ള അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകുക തുടങ്ങിയവ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഈ പ്രസ്ഥാനം ഇതിനോടകം 375 പരം ഭവനങ്ങൾ ഭവനരഹിതരായ നാനാജാതി മതസ്ഥർക്ക് നൽകുകയുണ്ടായി. ഈ വർഷം പള്ളി പൊതുയോഗം ഏകദേശം 1.5 കോടി രൂപയുടെ സേവന പദ്ധതികൾക്കാണ് ഈ പ്രസ്ഥാനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ യുവജന സംഘടനയുടെ ഒരു യൂണിറ്റ് വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷൻ എന്ന പേരിൽ ഈ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 7 മണിക്ക് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ യോഗങ്ങളും വേദപഠന ക്ലാസുകളും നടക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഇടവകയുടെ നവീകരണ പദ്ധതികളിലും നല്ല സേവനം ഈ സംഘടന കാഴ്ചവെക്കുന്നു. നമ്മുടെ പള്ളിയിൽ നടത്തുന്ന ക്രിസ്തുമസ്, പുതുവത്സരാഘോഷം, ഫാദർ ചെറിയാൻ കോട്ടയിൽ മെമ്മോറിയൽ, അഖില മലങ്കര സുറിയാനി സംഗീത മത്സരം എന്നിവ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. കോലോ സുറിയോയോ എന്ന പ്രസിദ്ധീകരണത്തിലൂടെ ഇടവകയുടെയും ഇടവക സഭയുടെയും പുരോഗമന പ്രവർത്തനങ്ങൾ ലോകം മുഴുവനും എത്തിക്കുവാൻ ഈ സംഘടന ശ്രമിക്കുന്നു. സെന്റ് മേരീസ് വയോജന സംഘടന, ഈ ഇടവകയിലെ 60 വയസ്സിന് മേൽ പ്രായമുള്ള പിതാക്കന്മാരുടെ സംഘടനയാണ് വയോജന സംഘടന. ആധ്യാത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇടവകയിലെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. സെന്റ് മേരീസ് വനിതാ സമാജം, 1933 ഇടവകയിൽ സ്ഥാപിതമായ വനിതാ സമാജം ഈ പള്ളിയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം പള്ളിയുടെ എല്ലാ കരകളിലായി 43 സമാജ സബ് യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു. സെന്റ് മേരീസ് പ്രാർത്ഥനാ യോഗങ്ങൾ, ഈ കത്തീഡ്രലിന്റെ 43 യൂണിറ്റുകളിലും പ്രാർത്ഥനാ യോഗങ്ങൾ പ്രവർത്തിക്കുന്നു. സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ, സുവിശേഷീകരണം ലക്ഷ്യമാക്കി സഭാതലത്തിൽ പ്രവർത്തിച്ചു വരുന്ന പ്രാർത്ഥനാ സമൂഹമായ സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ശാഖ ഈ ഇടവകയിലും വൈദികരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ സത്യാരാധന, സത്യവിശ്വാസം, വിശുദ്ധ വേദപുസ്തകം എന്നിവയെ അടിസ്ഥാനമാക്കി പ്രഗത്ഭരായ സുവിശേഷ പ്രാസംഗികർ ക്ലാസ് എടുക്കുകയും ഫീൽഡ് സന്ദർശനം നടത്തുകയും ചെയ്യുന്നു. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നോമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രാത്രി 9 മണി വരെയും എല്ലാ വെള്ളിയാഴ്ചയുമുള്ള ധ്യാനത്തിനും ഉച്ച നമസ്കാരത്തിനും ശേഷം നേർച്ചക്കഞ്ഞി നൽകി വരുന്നു. ഇതിലേക്കായി 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കൊള്ളിച്ചിട്ടുണ്ട്. 1501 പറ അരിയുടെ വാച്ചറാണ് നേർച്ച വളമിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ആരുടെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിതമായോ ആ പുണ്യവതിയായ കന്യാമറിയാം അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധ മർത്തമറിയാം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, ആധ്യാത്മിക സ്ഥാപനങ്ങളുടെയും റിപ്പോർട്ട് പൊതുജന സമക്ഷം സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആർക്കും അനുകരിക്കാനാവാത്ത, അസൂയ തോന്നിപ്പിക്കുന്ന അനന്യമായ ജനകീയമായ പ്രവർത്തന ശൈലി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണനിർവഹണത്തിൽ സ്വീകരിച്ച തന്റെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഭരണത്തെ ജനങ്ങളുടെ ജനകീയ ഉത്സവവും ഭരണ നവീകരണത്തിന്റെ പരീക്ഷണശാലയുമാക്കിയ പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞും നമ്മുടെ സ്വന്തം MLA-യും നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയുമായ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി അവറുകളെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനും തുടർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും ക്ഷണിക്കും.
സമ്മേളനത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ, അഭിവന്ദ്യനായ ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് തിരുമേനി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന അഭിവന്ദ്യനായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അഭിവന്ദ്യനായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് തിരുമേനി, വനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ, ശ്രീ വി എൻ വാസവൻ, വികാരി അച്ഛൻ വെരി റവറൻ ഇ ടി കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ, ശ്രീ എ ബി വർഗീസ് മുണ്ടാനിക്കൽ, ശ്രീ ഷാജി കെ ജോൺ കരിമന്നൂർ, മറ്റ് ബഹുമാന്യരായ വൈദികരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മന്ത്രകാട് പള്ളിയിലെ വിശുദ്ധ 8 നോമ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഈ പൊതു സമ്മേളനത്തിൽ എല്ലാ വർഷവും പങ്കെടുക്കുന്നതിന് എനിക്ക് അവസരം ഉണ്ടാകുന്നുണ്ട്. ഈ വർഷവും അങ്ങനൊരു അവസരം ഉണ്ടായതിൽ ഞാൻ വളരെയേറെ ഭാഗ്യവാനായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മണകാട് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാൾ അത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക്, ഈ നാടിന് ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒന്നാണ് എന്നതാണ് നമ്മളെല്ലാവർക്കും അറിയാവുന്ന വസ്തുത. പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഇവിടെ ഒഴുകിയെത്തുമ്പോൾ വിശുദ്ധ മാതാവിൻ്റെ ഈ 8 നാൾ ആ നോമ്പ് ഈ ഇവിടെ എത്തുന്ന ജനങ്ങൾക്കും ഈ നാടിനും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുകയാണ്. ഈ പള്ളിയും പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളും ഈ പ്രദേശത്തിന് നൽകുന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നൽകുന്ന സേവനം ഈ നാട് എന്നും സ്മരിക്കും. സ്കൂളും കോളേജും ITCയും ആശുപത്രിയും തുടങ്ങി എല്ലാവിധത്തിലുള്ള സ്ഥാപനങ്ങളും അത് ആ സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടുള്ള ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് നമ്മളെല്ലാം എന്നും വളരെ അഭിമാനത്തോടെ ഓർക്കുകയും അത് തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷവും ഇവിടുത്തെ വിവിധ സംഘടനകളുടെ, വിവിധ സ്ഥാപനങ്ങളുടെ ഒരു വർഷത്തെ റിപ്പോർട്ട് ഇവിടെ കേൾക്കുമ്പോൾ അറിയാം, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഈ സമൂഹത്തിനാകെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സംഭാവനകൾ. ഞാൻ ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു വലിയ ദൗത്യമാണ് ഈ ഇടവകയും ഈ ഇടവകയിലെ വിവിധ സ്ഥാപനങ്ങളും ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന വലിയ ശ്രേഷ്ഠരുമെല്ലാം ഈ നാടിനും ഈ സമൂഹത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്കെന്നുമെന്നും അനുഗ്രഹപ്രദമാകട്ടെ. തുടർന്നും കൂടുതൽ ശോഭയോടെ ആ പ്രവർത്തനങ്ങൾ തുടരുന്നതിന്, അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഭാഗഭാക്കാകുന്നതിന് അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പൊതുസമ്മേളനം അഭിവന്ദ്യരായ തിരുമേനിമാരുടെയും നിങ്ങളുടെയും എല്ലാ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ്. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
മുഖ്യ പ്രഭാഷണത്തിലൂടെ ഈ ഇടവകയിലെ വിവിധ ആധ്യാത്മിക സാമൂഹിക സംഘടനകളെയും ഇടവക ജനങ്ങളെയും ഇവിടെ വന്നുകൂടുന്ന ഭക്തജനങ്ങളെയും അനുഗ്രഹിച്ച് കൽപ്പിച്ച് സംസാരിക്കുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് സെക്രട്ടറിയും കൊച്ചി ഭദ്രാസനാധിപനും സർവോപരി പരിശുദ്ധനായ പെരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനുമായ നിരാണ്ടവന ദിവശ്രീ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ നമ്മുടെ അഭിമാന ഭാജനമായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ, ആദരണീയനായ ബഹുമാനപ്പെട്ട വനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്തായുമായ അഭിവന്ദ പിതാവായ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാമ്പറമ്പിൽ, ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി പർബിസ്കോപ്പ പിറ്റിയച്ചൻ, മറ്റ് വന്യ വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഒക്കെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഈ പള്ളിയിലെ ട്രസ്റ്റീസ്, ഭക്തസംഘടനകളുടെ ഭാരവാഹികളെ, തീർത്ഥാടകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മണർകാട് മർത്തമറിയാം കത്തീഡ്രൽ ഭാരതത്തിലെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ വരുന്ന തീർത്ഥാടകരായി കണ്ട് അവരെ സ്വീകരിക്കുന്ന, അവർക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി കൊടുക്കുന്ന ബൃഹത്തായ ഒരു സന്നദ്ധ സംഘടന, വിവിധ സംഘടനാ പേരുകളിൽ ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിട്ടയായ ദീർഘവീക്ഷണത്തോടുകൂടിയ പ്രവർത്തന മികവോടുകൂടി സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാം കൈകോർത്ത് പിടിച്ച് ഇവിടെ വന്നു പോകുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഒന്നിനും ഒരു കുറവ് ഇല്ലാത്ത രീതിയിൽ തികഞ്ഞ സന്തോഷത്തോടും സന്തുഷ്ടിയോടും ആത്മനിറവോടും ചൈതന്യത്തോടും കൂടി ഇവിടെ നിന്നും തിരികെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പരിശുദ്ധ ദേവാലയത്തിലെ 8 നോമ്പ് പെരുന്നാളിൽ വീണ്ടും വീണ്ടും വന്ന് സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും അനേകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. മതനിരപേക്ഷതയുടെ ഒരു സംഗമസ്ഥാനമായി പലപ്പോഴും മണർകാട് വിശുദ്ധ മർത്തമറിയാം പള്ളിയുടെ ഈ പുണ്യ ഭൂമി ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള വകഭേദമോ വകതിരിവോ ഇല്ലാതെ ദൈവോന്മുഖമായി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഈശ്വരോന്മുഖമായി യാത്ര ചെയ്യുന്ന, വിശ്വാസവും അനുഗ്രഹവും അതിലൂടെയുള്ള അനുഗ്രഹവും മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തുന്ന വിവിധ മതത്തിൽപ്പെട്ട ആളുകളുടെ ഈ സംഗമ സ്ഥാനം യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സംഗമസ്ഥാനം കൂടിയാണ്. ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒത്തിരി അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടുന്നതും തികച്ചും അഭികാമ്യവുമാണ്. ഭാരതീയൻ എന്നുള്ള നിലയിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അതിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമായി ഞാൻ അതിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. അതുപോലെ തന്നെ സംസ്കാരത്തിൽ ഒരു ഹൈന്ദവ സംസ്കാരം അതിശ്രേഷ്ഠമായി തന്നെ കരുതിക്കൊണ്ട് ഇവിടെ ജീവിക്കുവാൻ ഉള്ള സാധ്യതകൾ എനിക്കുണ്ട് എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായി അഭിമാനം കൊള്ളുന്നു. മത ബഹുലത നിലനിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ എല്ലാ മതങ്ങളോടുമുള്ള ആദരസൂചകമായി പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും നമുക്ക് കഴിയുവാൻ സാധിക്കുമ്പോഴാണ് സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെച്ച് വർഗീയതയുടെ വിഷം കടന്നു കയറാനുള്ള സാധ്യതകളുള്ള നമ്മുടെ നാട്ടിൽ അതിനെല്ലാം തടയിട്ടുകൊണ്ട് പരസ്പരമുള്ള സ്നേഹവും ആദരവും കോർത്തിണക്കി ഇതുപോലുള്ള മഹത്തായ ആരാധന ആലയങ്ങൾ അതിലേക്ക് ഒരു സമൂഹത്തെ മുഴുവനും നയിക്കുന്ന ഒരു ശക്തിയായി പ്രോജ്വലിച്ചു നിൽക്കുന്നതിൽ
പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയും നിറസാന്നിധ്യവും ഈ ഇടവകയിലൂടെ അനേകർക്ക് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഒരു സഭ എന്നുള്ള നിലയിൽ, അതിൽ ഇടവക എന്നുള്ള നിലയിൽ സമൂഹത്തോട് ഒരിടവകയായുള്ള ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ്. അത് തികച്ചും കാര്യക്ഷമമായി നിറവേറ്റുന്നതിൽ വർഷങ്ങളായി ഈ പരിശുദ്ധ ദൈവാലയത്തിന് വിജയം വരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഇടവകയുടെ പ്രവർത്തകരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആതുര സേവന രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലെ മികവുറ്റ പ്രവർത്തനങ്ങളും ഈ ഇടവകയെ വേറിട്ട് നിർത്തുന്നു. അവിടെയെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ഇവിടെ വരുന്നവരുടെ, ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ എല്ലാവരുടെയും സന്തോഷവും അഭിവൃദ്ധിയും വിജയവും സൗഖ്യവുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഇടവക മുന്നിൽ കാണുന്നത്. ഇന്നിവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കപ്പെടുന്നുണ്ട്. എനിക്കുള്ളത് എൻ്റേതാണ് എന്ന് പറയാൻ എനിക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളുടേതാണെന്ന് പറയുന്നതിൽ ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല. പക്ഷേ എനിക്കുള്ളത് നിങ്ങൾക്കും കൂടി ഉള്ളതാണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് തോന്നണം എനിക്കുള്ളത് ദൈവത്തിൻ്റെതാണ് എന്നുള്ളത് തോന്നലുണ്ടാകുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും കൂടി പകുത്തു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇന്ന് പ്രത്യേകം ആദരിക്കുന്ന പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിലുമായിട്ട് വളരെ കുറച്ചു നേരം ഞങ്ങളൊന്ന് സംസാരിക്കാനിടയായി. അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ മറ്റൊരു കമ്പനിയുമായി ലയിപ്പിച്ചിട്ട് അദ്ദേഹം മുഴുവൻ സമയവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇതുപോലുള്ള സുമനസ്സുകളുടെ ഒരു വലിയ പട്ടിക തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. മാതൃഭൂമി ചാനലിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു, ചിലപ്പോഴൊക്കെ കാണാറുണ്ട് നല്ല വാർത്ത എന്ന ഹെഡിങ്ങിൽ വാർത്ത. അത് കൗതുകത്തോടുകൂടി പലപ്പോഴും കേൾക്കാറുണ്ട്. മറ്റു ചാനലുകൾ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് മാതൃഭൂമി ചാനലിൻ്റെ പേര് പ്രത്യേകം പറഞ്ഞു. മറ്റു ചാനലുകളൊന്നും അതുകൊണ്ട് എന്നോട് ദോഷമൊന്നും വിചാരിക്കരുത്. എനിക്ക് വേറിട്ട ഒരു കാഴ്ചയായിട്ടത് തോന്നി. കാരണം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല വാർത്തകളല്ല. അങ്ങനെയുള്ള വാർത്തകൾക്ക് അനാവശ്യമായ പ്രചാരണവും കൊടുക്കുന്ന രീതി നമുക്കുണ്ട്. എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതുപോലുള്ള ഒരു നല്ല മനുഷ്യന്റെ നല്ല മനസ്സിലൂടെ രൂപപ്പെട്ടു വന്ന നല്ല കാര്യങ്ങളുടെ പ്രവൃത്തി രൂപമാണ് ശ്രീ മേളാമ്പറമ്പിലൂടെ, ആ മനുഷ്യനിലൂടെ അദ്ദേഹത്തെ ദൈവം ഒരു ഉപകരണമായി കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നതായ വിഭവം, അതിന് നല്ലൊരു ശതമാനം പകുത്തു കൊടുക്കുന്നതിനുള്ളതായ വലിയ മനസ്സ് അദ്ദേഹം കാട്ടുന്നത്. ഇന്ന് സുഖവും ലാഭവും മാത്രം അന്വേഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാ രംഗത്തുമുള്ളവർ, ഞാനടക്കമുള്ള രംഗത്തുള്ളവർ എന്ന് ചിന്തിക്കുന്നത്. എനിക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഉപഭോക്തൃ സംസ്കൃതിയുടെ അടിമകളായി നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടുമാണ് ഈ അനുഗ്രഹീത ദൈവാലയം ഇതുപോലുള്ളതായ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ വേറിട്ട ഒരു പ്രവർത്തന ശൈലി സമൂഹത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. ഇവിടെ തിരുമേനി ഓർമ്മപ്പെടുത്തി, ഈ പള്ളിയിലെ വിഭവം, ഇവിടെ ലഭിക്കുന്നതായ വിഭവം അത് എല്ലാ അർത്ഥത്തിലും വേണ്ടുന്ന രീതിയിൽ നീതിപൂർവകമായി ലഭിക്കേണ്ടുന്ന സ്ഥലത്ത് എത്തത്തക്ക വിധം അത് വിഭജിച്ചു കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നീതിപൂർവകമായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ ഇടവകയ്ക്ക് വിജയം വരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചിറ്റിലപ്പള്ളി കൊച്ചൗസേപ്പിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ മനുഷ്യന്റെ എന്തിന്റെ കേടായിട്ടാ ഒരു കിഡ്നി എടുത്ത് വേറൊരാൾക്ക് അങ്ങോട്ട് പകുത്തു കൊടുത്തു. ഇതിപ്പോൾ മരിച്ച ശേഷം ഓർഗൻ ഡൊണേഷൻ ഇന്നിപ്പോൾ വളരെ വ്യാപകമായി നടക്കുന്ന നല്ല കാര്യമാണ്. ഈ ശരീരം മണ്ണിലോട് മണ്ണായി ചേരും. ആത്മാവിന് ഓർഗൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് നല്ലതാണ്. എല്ലാവരും കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുമൊക്കെ പറയുന്നത്. പക്ഷേ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സജീവമായ ശരീരത്തിൽ നിന്നും ജീവനുള്ള ഒരു അവയവം എടുത്ത് വേറൊരാൾക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സുമനസ്സുകളുടെ എണ്ണം വളരെയുണ്ട്. അതുപോലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ പിൻപറ്റിക്കൊണ്ട് അനേകം ആളുകൾ അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നന്മയുടെ സുഹൃതത്തിൻ്റെ അനുഭവം ധാരാളമുണ്ട്. തിന്മ അധികരിക്കുന്ന ഒരു സമൂഹത്തിൽ നന്മയിലൂടെ തിന്മയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളമുള്ള, ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ളതായ ആത്യന്തികമായ കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഈ സമൂഹത്തോട് പലതും ചെയ്യാനായിട്ടുണ്ട്.
നമ്മുടെ മദർ തെരേസയോട് ഒരിക്കൽ ഒരു ഫ്രഞ്ച് ജേർണലിസ്റ്റ് ചോദിച്ചു, മദർ, നിങ്ങൾ കൽക്കട്ടയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെയുള്ള ധാരാളം ആളുകൾക്ക്, സ്ട്രീറ്റിൽ കിടന്നവർക്കെല്ലാം അഭയമരുളി പലരുടെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോഴും കൽക്കട്ടയുടെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അനേകം അനാഥ പ്രേതങ്ങൾ ഈ ഓടയിലൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, മദറിന് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. ആ അമ്മ പറഞ്ഞു, അവരൊരു വിശുദ്ധയാണ്, അവർ പറഞ്ഞു, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഫെയ്ത്ത്ഫുൾ വിത്ത് വാട്ട് യു ഡു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വിജയം വരിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും, ഒരു വ്യക്തിയുടെ ജീവിതത്തിനാണെങ്കിൽ കൂടിയും, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വിധത്തിൽ നമ്മൾ സഹായിക്കുന്ന ആണെങ്കിൽ കൂടിയും അതിൽ തികഞ്ഞ ആത്മാർത്ഥതയും നീതിയും നമുക്ക് ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നും പുലർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും ഒക്കെ വ്യക്തികളായി ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതൊരു ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. ഇത് തന്നെയാണ് ഈ ഇടവക ഏറ്റെടുത്തിരിക്കുന്നത്, ഇവിടുത്തെ ഭക്തസംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നും ശ്ലാഘിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നിറവേറ്റുവാൻ ഈ ഇടവകയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് കാലത്തോളം ഈ അനുഗ്രഹീത ഇടവക എല്ലാ വിഭാഗങ്ങളുടെയും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനുമുള്ളതായ ആലയമായി തുറന്നു കിടക്കുന്നുവോ അത് തന്നെയായിരിക്കും നമ്മുടെ നാടിന്റെ നന്മയും സുഹൃതവും എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സഹോദരങ്ങളായി ഒരുമിച്ച് ഒരുപോലെ നിന്നുകൊണ്ട് ഒരു നാടിന്റെ നന്മയ്ക്കും അതിന്റെ പുരോഗതിക്കും അതിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടകരായി ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഒരു വിശുദ്ധീകരണത്തിന് അനുഭവമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നന്മയും സുഹൃതവുമുള്ള ഒരു തലമുറയുടെ ഭാഗമായി തീരുവാൻ, അതിൽ പങ്കാളിയായി തീരുവാൻ, ദൈവരാജ്യ സമമായ സമാനതകളില്ലാത്തതായ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ ഇടവകയിലൂടെ ചൈതന്യവത്തായ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അനേകർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഭക്തസംഘടനാ പ്രവർത്തനങ്ങൾക്കും ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികർക്കും ഇവിടുത്തെ ട്രസ്റ്റിമാർക്കും കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കുമുള്ളതായ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നൽകിക്കൊണ്ട് ദൈവകൃപയിൽ തമ്പുരാന്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിച്ച് സമൂഹത്തിനും സഭയ്ക്കും കൂടുതൽ നന്മ ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുഖ്യ പ്രഭാഷണത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ച അഭിനന്ദനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയോടുള്ള ഭക്തി, ബഹുമാന, ആദരവുകൾ സവിനയം തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ നവ വൈദികരുടെ ഗുരുഭൂതൻ, MSOT സെമിനാരി റെസിഡന്റ് മെത്രാപ്പൊലീത്ത, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ സ്വരമാധുര്യത്തിനുടമ വേദാന്ത ശ്രീ ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദ പിതാവായ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി, നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായ വനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ സെക്രട്ടറി അഭിനന്ദ പിതാവായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ, നമ്മുടെ ആദരണീയനായ മുൻ MLA ശ്രീ VN വാസവൻ, വന്യ ടിയടത്ത് ഗോറപ്പിസ്കോപ്പ, വന്യ ഗോറപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വാത്സല്യ ദൈവജനമേ, ഇനി ഒരു വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്നെനിക്കറിയാം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരു പ്രസംഗം ഇവിടെ നടത്തിയതാണ്. മാത്രമല്ല അതിശ്രേഷ്ഠമായ സന്ദേശങ്ങൾ ഇവിടെ ലഭിക്കുകയും ചെയ്തു. ഓണത്തിൻ്റെ നാളുകളിൽ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന രണ്ട് ചെറിയ സംഭവങ്ങൾ ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഭിനന്ദ ഗ്രിഗോറിയോസ് തിരുമേനി ഇവിടെ പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് പറയുകയാണ്. ഇത്തവണ ഏറ്റവും വാർത്താ പ്രാധാന്യം നേടിയ ഒരു പ്രസ്താവനയായിരുന്നു
ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആച്ചാര്യൻ മാത്യുവിൻ്റെ ഒരു പ്രസ്താവന. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതാണ്: ഞാൻ ഇന്ന് ഒരു പുതിയ മനുഷ്യനാണ്. എന്നിൽ തുടിക്കുന്നത് ശ്രീകണ്ഠവർമ്മയുടെ ഹൃദയമാണ്. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ തന്നെ ഒരു അതുല്യ സംഭവമായി തീർന്ന ആകാശം വഴി ഒരു ഹൃദയം, ഒരു ഹിന്ദുവിൻ്റെ ഹൃദയം ഒരു ക്രിസ്ത്യാനിയിലേക്ക് പകർന്നു കൊടുത്ത ആ ഒരു വലിയ സംഭവമൊക്കെ നമ്മൾ കേരള സമൂഹം മുഴുവനും വളരെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടതാണ്. അത് സ്വീകരിച്ച ആ മനുഷ്യന്റെ വാക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ പറയുകയാണ്. അപകടത്തിൽ മരിച്ച ഒരു കൊച്ചു കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരവും കയ്യിലേന്തി അപ്പനും അമ്മയും, ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തൻ്റെ കുഞ്ഞിന്റെ ശരീരത്തെ 6 പേർക്ക് ജീവൻ നൽകുവാൻ വേണ്ടി പകത്ത് നൽകിയതായ ആ ഒരു സംഭവവും നമ്മൾ വായിച്ചു കേട്ടതാണ്. തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിൽ നിന്നല്ല എവിടെ നോക്കിയാലും ചൂഷണത്തിൻ്റെയും തിന്മയുടെയും മറ്റുള്ളവനെ കൊന്നാണെങ്കിലും എനിക്ക് വലുതാകണമെന്നുള്ളതായ ഒരു മാഫിയ സംസ്കാരത്തിൻ്റെയും പിടിയിൽ സമൂഹം അമർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വപരിത്യാഗത്തിൻ്റെയും ദാനത്തിൻ്റെയും നന്മയുടെയും തിരിനാളങ്ങൾ ഇനിയും അസ്തമിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ വലിയ ശുഭസൂചനകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഹിന്ദുവിന്റെ ഹൃദയമാണെന്നൊരു ക്രിസ്ത്യാനിയിൽ തുടിക്കുന്നതെന്ന് പറയുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യനെ തരംതിരിച്ച് നിർഭാഗ്യവശാൽ പലപ്പോഴും തങ്ങളുടെ മതങ്ങളുടെയും സമൂഹത്തിൻ്റെയും മതിൽക്കെട്ടുകൾക്ക് കനം കൂട്ടിക്കൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥ ലോകത്ത് മുഴുവനും ഇന്ന് അതിൻ്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമൊക്കെ വളർന്നു വരുമ്പോൾ ഈ സംഭവങ്ങൾ രണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ നമ്മുടെ കേരള സമൂഹത്തിലും തിന്മയുടെ മധ്യത്തിലും നന്മയുടെ തിരുനാളങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് മണർകാട് വിശുദ്ധ മർത്തമറിയാം കത്തീഡ്രൽ പള്ളിയിലെ ഭക്തസംഘടനകളും സേവികാ സംഘവും എല്ലാം ചേർന്ന് നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹവും അതുപോലെ തന്നെ 15ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുമ്പോൾ ഈ ദേശം തന്നെ ഭാരതത്തിന്റെ ഒരു തിലകക്കുറിയായി മാറുകയാണ്. ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ ഭാരതത്തിന്റെ സവിഷ്ഠതയായി ശ്രേഷ്ഠതയായി അതിന്റെ മുഖമുദ്രയായി നിൽക്കുമ്പോൾ മണർകാട് പള്ളിയിൽ ഇന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദൈവമക്കൾ തള്ളി മുന്നിലോട്ടിലേക്ക് അമ്മയുടെ സൂനോറമുത്തുവാൻ വന്നതിൽ പകുതിയിലധികവും ഇതര സമുദായക്കാരായ സഹോദരി സഹോദരങ്ങളായിരുന്നുവെന്നുള്ളത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ അപ്പുറത്ത് സകല മാനവജാതിയെയും ഒരുമിച്ച് ചേർക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആ ശ്രേഷ്ഠതയാണ്, ചൈതന്യമാണ് മണർകാട് ദേശത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മതേതരത്വം തിരുമേനി ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് ഏറ്റവും ഭാരതത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മതവൈവിധ്യം. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ റെയിൻബോ കൾച്ചർ, മഴവിൽ സംസ്കാരം. ഒരേ സൂര്യന്റെ കിരണങ്ങൾ ജലത്തുള്ളികൾ പതിക്കുമ്പോൾ അത് വിവിധ വർണ്ണങ്ങളായി പ്രതിഫലിക്കുന്നത് പോലെ മതങ്ങളും സംസ്കാരങ്ങളും സമന്വയിച്ച ആ മനോഹാരിതയാണ് ഭാരതത്തിന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഇന്ന് പലപ്പോഴും അത് രാഷ്ട്രീയപരമായും മതപരമായുമുള്ള ചൂഷണങ്ങൾക്ക് പലപ്പോഴും അതിനെ വികൃതമാക്കി കളയുമ്പോൾ മണർകാടുള്ളതായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം ഇവിടെ ഒരുമിച്ച് ചേർന്നു നിന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്മയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ആ ചൈതന്യവും ആത്മാവും നിലനിൽക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ഒരു ചൈതന്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഇവിടെ ഭണ്ണാരത്തിൽ വീഴുന്ന പണം പലപ്പോഴും തിരുമേനി ഇവിടെ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു. അമ്പലങ്ങളിലും മോസ്കുകളിലും പള്ളികളിലും വീഴുന്ന പണങ്ങൾ സാധാരണക്കാരന്റെ കണ്ണുനീരിന്റെ പണം, അത് കണ്ണുനീരൊപ്പാനായിട്ട് മാറുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം നമ്മളിലൂടെയൊക്കെ നിറവേറ്റപ്പെടുന്നത്. അതാണ് മണർകാട് സാധ്യതമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്റേതെന്ന് സ്വയമായി അത് കൂട്ടിവെക്കാനല്ല,
ഇവിടെ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, ആതുര സേവന മണ്ഡലങ്ങള്, ആശുപത്രികൾ, ഇതിലൂടെയെല്ലാം ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വകഭേദമില്ലാതെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തെ പരിശുദ്ധയായ അമ്മയുടെ സാന്നിധ്യമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഇവിടെ പെയ്തിറങ്ങുന്നതാണ്. അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓരോ വർഷവും കൂടി വരികയാണ്. അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം കൃപ നൽകി ഈ സ്ഥലം നമുക്ക് കേരളത്തിന് എന്നും ഒരു അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവ ഇവിടെ കാലുകുത്തിയ എല്ലാ പാത്രിയർക്കീസ്മാരും വന്നതാണ്. ഞാൻ വളരെ സന്തോഷത്തോടും എന്നാൽ വേദനയോടും മുഖ്യമന്ത്രിയുമായി ആ കാര്യം സംസാരിക്കുകയുണ്ടായി. കേരള ഗവൺമെന്റ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ സന്ദർശനത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് നന്ദിയോടുകൂടെ ഓർക്കുമ്പോൾ തന്നെ പരിശുദ്ധ പിതാവ് ഇവിടെ എഴുന്നള്ളി വന്ന് ആദ്യം ചെയ്തത് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ വാഴ്ച കഴിഞ്ഞ് അന്ന് തന്നെ പ്രഖ്യാപിച്ചു, ഈ സഭയിൽ സമാധാനവും നിരപ്പും ദേശത്തിന് സാക്ഷ്യവും ഉണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവ് കൽപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് സുന്നഹദോസ് വിളിച്ചുകൂട്ടി ആദ്യം ചെയ്തത് ഈ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു. പരിശുദ്ധ പിതാവ് ഇവിടുന്ന് നടത്തിയ ഓരോ പ്രസംഗങ്ങളിലും മലങ്കര സഭയിൽ സമാധാനമുണ്ടാകുവാൻ എന്ത് ത്യാഗം സഹിക്കുവാനും സന്നദ്ധനാണെന്ന് പരിശുദ്ധ പിതാവ് കൽപ്പിക്കുകയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, രണ്ട് സഭകളായി ഇന്നിവിടെ നിലനിൽക്കുമ്പോൾ ഇരുകൂട്ടർക്കും ഒന്നുകിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച്, അതല്ലെങ്കിൽ വഴക്കും കേസുകളുമെല്ലാം അവസാനിപ്പിച്ച് രണ്ട് സഹോദര സഭകളായി നമുക്ക് പിരിയാമെന്ന് പരിശുദ്ധ പിതാവ് ഇതെല്ലാം ഈ എല്ലാ സാധ്യതകളും വെച്ചുകൊണ്ടാണ് കമ്മീഷന് വെച്ചത്. 6 മാസം കഴിഞ്ഞിട്ടും നാളിതുവരെയും സഹോദരങ്ങളായ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വേദനയോടെ ഇവിടെ പറയുകയാണ്. മറിച്ച് ഓരോ പള്ളികളിലും വീണ്ടും കേസുകൾ ഓരോ പള്ളികളിലും അത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ ദേശത്തിന്റെ സമാധാനവും ആ സഹവർത്തിത്വവും എല്ലാം നശിപ്പിക്കുവാനുള്ള ആ പ്രവർത്തനങ്ങളിലേക്ക് വടക്കൻ പ്രദേശങ്ങൾ, വരിക്കോലി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഞാനിതിപ്പോ പറയാൻ കാരണം, നമുക്ക് പ്രാർത്ഥിക്കാം. കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവന്റെ പണം സുപ്രീം കോടതിയിലൊക്കെ കൊണ്ടുപോയി ജഡ്ജിമാരെയും വക്കീലുമാരെയും തീറ്റിപ്പോറ്റാൻ വേണ്ടി ഇവിടെ വീടില്ലാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ രോഗികളായി കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരിവിടെ കഷ്ടപ്പെടുമ്പോൾ ഈ കേസും പറഞ്ഞ് പള്ളികൾ നശിപ്പിച്ച് പൂട്ടിയിട്ടുകൊണ്ട് നമുക്കിനി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അടുത്ത തലമുറയ്ക്ക് ഇത് പകരുതെന്ന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ കൽപ്പിച്ച് സംസാരിച്ചിട്ട് ഞാൻ വളരെ വിനയത്തോടെ പറയുകയാണ്, ബാവാ തിരുമേനി, ഈ ദേശത്തെല്ലാവരും, രാഷ്ട്രീയക്കാരും മറ്റ് മതസ്ഥരും എല്ലാവരും പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കോട്ടയത്തെ
കളപ്പുരയ്ക്കൽ ഹൗസ് തിരുവഞ്ചൂർ കോട്ടയം. ബിനോയ് എബ്രഹാം കളപ്പുരയ്ക്കൽ ഹൗസ് തിരുവഞ്ചൂർ PO കോട്ടയം. ഈ പേര് വിളിക്കുന്ന ആളുകൾ എത്രയും വേഗം സ്റ്റേജിലേക്ക് കടന്നു വരിക. ഈ സ്റ്റേജിന്റെ അടുക്കിലേക്ക് എത്രയും വേഗം കടന്നു വരിക. ബിജു M വർക്കി മമ്മേലിൽ ഹൗസ് മണനാട് PO കോട്ടയം. ബിജു M വർക്കി മമ്മേലിൽ ഹൗസ് മണനാട് PO കോട്ടയം. കുടമാളൂർ PO കോട്ടയം. ജോസി പുത്തൻപറമ്പിൽ ഹൗസ് കുടമാളൂർ PO കോട്ടയം. രാധാ രാജപ്പൻ പോനോത്ത് പറമ്പിൽ അരിപ്രമ്പ് കോട്ടയം. അനിൽകുമാർ TJ തൊട്ടിയിൽ മണർകാട്. അനിൽകുമാർ TJ തൊട്ടിയിൽ മണർകാട്. രാജേഷ് NS നെച്ചിക്കാട്ട് അമേനൂർ. രാജേഷ് NS നെച്ചിക്കാട്ട് അമേനൂർ. ഗീരമ്മ KN കരോട്ടേടത്ത് നീറിക്കാട്. ഗീരമ്മ KN കരോട്ടേടത്ത് നീറിക്കാട്. അനിൽകുമാർ MN കുന്നത്തുപുറത്ത് കൂരോപ്പിട. അനിൽകുമാർ MN കുന്നത്തുപുറത്ത് കൂരോപ്പിട. ആന്റണി S താഴത്തേടത്ത് ലാക്കാട്ടൂർ. ആന്റണി S താഴത്തേടത്ത് ബിജി കൊല്ലംപറമ്പിൽ മണർകാട്. ബിജി കൊല്ലംപറമ്പിൽ മണർകാട്. ഈ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സമൂഹ വിവാഹത്തിന്റെ ധനസഹായ വിതരണവും ആശംസാ പ്രസംഗവും ബഹുമാന്യനായ ഗതാഗത വനം വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നതാണ്. മണനാട് സെന്റ് മേരീസ് കത്തീഡ്രലിനെ സംബന്ധിച്ചിടത്തോളം സാമുദായികമായ സാങ്കേതികത കൊണ്ട് മാത്രം ഇടവകാംഗമല്ലാത്ത ഈ ഇടവകാംഗമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്നത്തെ കോട്ടയത്തിന്റെ വികസനത്തിൽ ഭാവനാശാലിയായ ഈ ഭരണാധികാരിയുടെ ഭരണ മികവിന്റെ കയ്യൊപ്പുണ്ട്. കോട്ടയത്തെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഭവമായി തീരും. ഏറെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട മന്ത്രിയെ ആശംസാ പ്രസംഗത്തിനും ധനസഹായ വിതരണത്തിനുമായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ അഭിനന്ദൻ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന മുഖ്യപ്രഭാഷണം നിർവഹിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം തിരുമേനി, സ്നേഹനിധിയായ നമ്മളുടെ ET കുര്യാക്കോസ് കോറോപ്പിസ്കോപ്പ അവർകൾ, ഈ സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ഷാജി K. ജോൺ കരിമ്പന്നൂർ, സ്നേഹമുള്ള സേവിക സംഘം നിർമ്മിച്ച് നൽകിയ ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മം നിർവഹിച്ച പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ അവർകൾ, സ്നേഹമുള്ള ശ്രീ VN വാസവൻ, ശ്രീ AB വർഗീസ് മുണ്ടാരിക്കൽ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ധർമ്മശക്തിയായി ഉയർന്നു നിൽക്കുന്ന ബഹുമാന്യനായ കോറോപ്പിസ്കോപ്പ ആൻഡ്രൂസ് ചെറുവത്ര അവർകൾ, മറ്റ് സഹോദരങ്ങളെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട അമ്മമാരെ, സ്നേഹിതരെ, സഭാവിശ്വാസികളായ സമൂഹമേ, ഞാൻ 2 ദിവസത്തിന് മുമ്പും ഈ ദേവാലയത്തിൽ വന്നിരുന്നതാണ്. അവിടെ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത ആളുകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കൂടിയ സമ്മേളനത്തിൽ എനിക്കും ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞിരുന്നു. ഞാൻ ആ ദിവസത്തെ അവരുടെ ഒരു സംതൃപ്തിയും മനസ്സിൻ്റെ ആശ്വാസവും നേരിട്ട് അനുഭവിച്ചു പോയ വ്യക്തിയാണ്. എല്ലാ വർഷവും മണർകാട് പള്ളിയിൽ ഇതുപോലുള്ള സമ്മേളനത്തിൽ വരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാനതെല്ലാം സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുകയാണ്. മാത്രമല്ല, ഈ ദേവാലയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആത്മദേവാലയമായി എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഈ ദേവാലയത്തിലെ മണിനാഥം കേൾക്കുമ്പോൾ മനസ്സിനോട് നെഞ്ചോട് കൈ ചേർത്ത് വെക്കാത്ത ഒരാളും ഈ പ്രദേശത്ത് ഒരിടത്തുമില്ല എന്ന്
സാക്ഷ്യം പറയാൻ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു മടിയുമില്ല. അങ്ങനെ ഈ ദേവാലയം നമ്മുടെ ആത്മശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും കൂടെ പോകുവാൻ, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗമായി ഈ ദേവാലയത്തെ ഉൾക്കൊള്ളാൻ വിശുദ്ധ മാതാവിൻ്റെ ശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. സുഗന്ധം വരുത്തുന്ന ഈ കൽക്കുരിശിൻ്റെ സമീപത്തു കൂടി പോകുന്ന ഏത് വ്യക്തിയും ഭക്തി കൊണ്ടവരുടെ തല താഴും എന്നെനിക്കറിയാം. അങ്ങനെ 100% ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ജനസമൂഹത്തിന് തൃപ്തികരമായ രൂപത്തിൽ നേതൃത്വം കൊടുക്കുവാൻ ഈ ഇടവകയുടെ നേതൃത്വത്തിന് കഴിയുന്നുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ആഗോളാടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ പിലിഗ്രിം സെൻ്ററായി വളർന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ അഭിവന്ദ്യനായ തിമോത്തിയോസ് തിരുമേനി പരിശുദ്ധ ബാബ തിരുമേനിയുടെ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. ആ സന്ദർശനം കേരളത്തിൽ നല്ല പ്രതികരണങ്ങൾ ഉളവാക്കി എന്നെല്ലാവർക്കും അറിയാം. സ്നേഹസമ്പന്നമായ രൂപത്തിൽ പരസ്പര വിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി പോകുന്ന ഒരു ജനസമൂഹം അതുണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം, സംശയമൊന്നുമില്ല. ബാബ തിരുമേനി പരിശുദ്ധ ബാബ തിരുമേനി മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ഞാൻ അന്ന് നേരത്തെയും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഡൽഹിയിലെത്തിയതിന് ശേഷം ബാബ തിരുമേനി നേരിട്ട് വിളിച്ച് ഞങ്ങളോട് സംസാരിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും കുളിർമയുള്ള ഒരധ്യായമായി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശം അതാണ് നമുക്കുണ്ടാവേണ്ടത്. എല്ലാവരും ഒരു പൊതു ലക്ഷ്യത്തിൽ പോകുകയാണ്. ആ പൊതുലക്ഷ്യം നേരത്തെ ഇവിടെ അഭിവന്ദ്യ തിരുമേനിമാർ പറഞ്ഞതുപോലെ തന്നെ സമാധാനത്തിൻ്റെ ലക്ഷ്യമാണ്. ആ സമാധാനത്തോടു കൂടി പോകുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ പുരോഗതിയുടെ നാം ഉയരുകയുള്ളൂ. അതുയർത്തിയെടുക്കുക എന്നുള്ളതൊരു സാമൂഹ്യ ആവശ്യമായി ഞാൻ കാണുകയാണ്. വിശുദ്ധ ഈ ദേവാലയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനമാണ്. ആ ചാരിറ്റി പ്രവർത്തനത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുവാൻ ദേവാലയ അധികൃതർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്നിപ്പോൾ ആ ചാരിറ്റി പ്രവർത്തനത്തിന് മറ്റൊരു മുഖമാണ്. ഒരു കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആരോരും ഇല്ലാതിരിക്കുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ ദൈവശക്തിയോടുകൂടി വന്ന് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇവിടെ നടക്കുന്ന ആ സമൂഹ വിവാഹം എന്ന് ഞാൻ കണക്കാക്കുന്നു. ഞാൻ അതിലെ ചില ആളുകളുടെ മുഖം ഇവിടെ കാണുന്നുമുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവട്ടെ. ഈ ദേവാലയം ഏറ്റവും വലിയ ഭക്തിസാന്ദ്രമായ ജനതയെക്കൊണ്ട് നിറയുന്ന ഈ ദേവാലയത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ ഈ നാടിന് പൂർണ്ണമായി സമാധാനമുണ്ടാകാൻ ഇടയാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വിധത്തിലുമുള്ള അഭിനന്ദനം, സ്നേഹം, ആദരവ്, ബഹുമാനം ഒരുമിച്ച് അർപ്പിച്ചുകൊണ്ട് എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ അനുവദിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കു ചുരുക്കുന്നു. നമസ്കാരം. 2015 സമൂഹ വിവാഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ സ്റ്റേജിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങേണ്ടതാണ്. പേര് വിളിക്കുന്നു. 1 സ്റ്റെല്ല ജോസഫ് ഉപ്പുതറ, സോജൻ ബാബു എടമൺ. സ്റ്റെല്ല ജോസഫ് ഉപ്പുതറ, സോജൻ ബാബു എടമൺ. ഈ സമൂഹ വിവാഹത്തിലേക്ക് 1 ലക്ഷം രൂപ അവരുടെ വിവാഹത്തിന് പ്രാഥമിക ആവശ്യങ്ങൾക്കായി നൽകും. കൂടാതെ 2 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് വധുവരന്മാർക്കായി നൽകും. അപ്രകാരം 3 ലക്ഷം രൂപയാണ് ഓരോ വധുവരന്മാർക്കും പള്ളിക്കാര്യത്തിൽ നിന്ന് ചെലവഴിക്കുന്നത്. 8 വധുവരന്മാർക്കായി 24 ലക്ഷം രൂപയാണ് ഈ ഇനത്തില് പള്ളിയിൽ നിന്ന് സമൂഹ വിവാഹത്തിനായി ചെലവഴിക്കുന്നത്. 2 ശില്പ ES വടവാതൂർ, സനൂപ് KA നട്ടാശ്ശേരി. ശില്പ ES വടവാതൂർ, സനൂപ് KA നട്ടാശ്ശേരി. 3 മോൻസി വർഗീസ് പുതുപ്പള്ളി, ബിജു മാത്യു പഴയരിക്കണ്ടം. മോൻസി മാത്യു പുതുപ്പള്ളി, ബിജു മാത്യു പഴയരിക്കണ്ടം. 4 ജിനു സാബു മാലം, സോജൻ MS കാഞ്ഞിരപ്പള്ളി. 4 ജിനു സാബു മാലം, സോജൻ MS കാഞ്ഞിരപ്പള്ളി. 5 നീതു എൽദോസ് തീക്കോയി, നിതീഷ് PK ഉഴവൂർ. 5 നീതു എൽദോസ് തീക്കോയി, നിതീഷ് PK ഉഴവൂർ. 6 സൂര്യമോൾ സുരേഷ് കുമാർ പയ്യപ്പാടി,
സന്തു സതീശൻ മീരടം. 6 സൂര്യാമോൾ സുരേഷ് കുമാർ പയ്യപ്പാടി, സന്തു സതീശൻ മീരടം. 7 അനിത AP കുമ്പനാട്, ജോബിൻ ജോസഫ് മല്ലപ്പള്ളി. 7 അനിത AP കുമ്പനാട്, ജോബിൻ ജോസഫ് മല്ലപ്പള്ളി. 8 ഡെൻസി കെ പോൾ മേപ്പാടി, ജിതിൻ മാത്യു വയനാട്. 8 ഡെൻസി കെ പോൾ മേപ്പാടി, ജിതിൻ മാത്യു വയനാട്. ആശംസാ പ്രസംഗം നടത്തുവാനും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും വയോജന സംഘടനയിലെയും വനിതാ സമാജത്തിലെയും മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നത് ശ്രീ VN വാസവൻ, മുൻ MLA ആണ്. മണർകാട് പള്ളിയുടെ സ്വന്തം നേതാവാണ് വാസവൻ. എന്നും എന്തിനും എപ്പോഴും നമ്മോടൊപ്പം. ത്യാഗപൂർണമായ സ്വന്തം ജീവിതാനുഭവങ്ങൾ ആഴത്തിലുള്ള പരന്ന വായനയിലൂടെ ഈ നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വ്യത്യസ്തമായ മുഖമാണ് ശ്രീ വാസവൻ. ബഹുമാന്യനായ ശ്രീ വാസവൻ അവരുകളെ അവാർഡ് ദാനത്തിനും വയോജന സംഘടനയിലെയും വനിതാ സമാജത്തിലെയും മുതിർന്ന അംഗങ്ങളെ ആദരിച്ചും കൊണ്ട് ആശംസാ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദ്യനായ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി അവറുകൾ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിവന്ദ്യനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അവറുകൾ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മറ്റൊരു തിരുമേനിയായ കുര്യാക്കോസ് മാർ തെയോഫിലോസ് തിരുമേനി അവറുകൾ, ബഹുമാനായ വനംഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ET കുര്യാക്കോസ് എപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട ചെരവത്രച്ചൻ, വേദിയിലുള്ള മറ്റ് പള്ളി ഭാരവാഹികളെ, അതോടൊപ്പം ഇവിടെ എത്തിച്ചിട്ടുള്ള വിശിഷ്ടാതിഥി പത്മശ്രീ ശ്രീ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മണർകാട് പള്ളിയിലെ 8 നോമ്പിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ സംബന്ധിക്കാൻ അവസരം ലഭിക്കുന്നത് ധന്യനിമിഷമായി ഞാൻ കണക്കാക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്ന സംഭവം ഈ തിരുനാളിനോടനുബന്ധിച്ച് നാനാജാതി മതസ്ഥർ സമ്മേളിക്കുന്ന ഈ സങ്കേതത്തിൽ ജാതിയും മതവും മറ്റ് വർണ്ണവും ആചാരവും അനുഷ്ഠാനവും ഒന്നും നോക്കാതെ എല്ലാ വിഭാഗം ആളുകളിലും അർഹിക്കുന്ന രൂപത്തിലുള്ള ധനസഹായമായിരുന്നാലും വീട് വെച്ച് നൽകലായിരുന്നാലും വിദ്യാഭ്യാസ സഹായമായിരുന്നാലും ആതുര സേവന രംഗത്തെ സഹായമായിരുന്നാലും ഇത്തരം നാനാതരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്ന ഏറ്റവും വലിയ ശ്ലാഘനീയമായ പ്രവർത്തനവും ഈ തിരുനാളിനോടനുബന്ധിച്ച് നടക്കും. ഒരുപക്ഷെ ഓരോ വർഷത്തെയും തിരുനാൾ വരാൻ കാത്തിരിക്കുന്ന പാവങ്ങൾ, തങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരിടമില്ലാത്തവർക്ക് സ്വന്തം വീടിനെ സംബന്ധിച്ച് എപ്പോഴും ഉത്കണ്ഠയോടുകൂടി ജിജ്ഞാസയോടുകൂടി കാണാൻ കഴിയും. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിനിടമില്ല എന്ന് പണ്ട് KS ജോർജ് പാടിയിരുന്നു. ഇവിടെ 7-8 വീടുകളുടെ താക്കോൽ ദാനം ശ്രീ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ കൈമാറിയപ്പോൾ ആ താക്കോൽ ലഭിച്ച കുടുംബങ്ങളെല്ലാം എത്ര ആഹ്ലാദത്തിമിർപ്പോടുകൂടിയാണ് തങ്ങൾക്ക് സ്വന്തമായി ഒരു കിടപ്പാടം കിട്ടിയതിൽ ആഹ്ലാദിച്ച് സന്തോഷിച്ച് ഈ വേദി വിട്ടത്. ഈ തിരുനാളിനോടനുബന്ധിച്ച് ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകുക. അതിൽ വ്യത്യസ്ത ജാതിയും വ്യത്യസ്ത മതവും വ്യത്യസ്ത ആചാരവും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും എല്ലാം നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ 8ഓളം ദമ്പതിമാർക്ക് ധനസഹായം നൽകി സമൂഹ വിവാഹം നടത്തി. അതും തികച്ചും മാതൃകാപരമായ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഭാരതീയ സംസ്കാരത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. നാനാത്വത്തിൽ ഏകത്വമെന്ന ഭാരതീയ സംസ്കാരം ഹൈന്ദവനും ഇസ്ലാമിയും ക്രൈസ്തവനും പാഴ്സിയും ജൈനനും ബൗദ്ധനും എല്ലാം ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ.
അവരെല്ലാം ഇന്ത്യൻ പൗരന്മാരെന്ന രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത ഭരണഘടനാ ശില്പികൾ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നത് നമ്മുടെ മതേതര ഭാരതം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഭരണകൂടമാണ്. നിർഭാഗ്യവശാൽ ആ മതനിരപേക്ഷതയ്ക്കെതിരെ വലിയ വെല്ലുവിളി വരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഡൽഹിയിലും ഹരിയാനയിലുമൊക്കെയായി 8ഓളം പള്ളികൾ പൊളിച്ചു കളയുകയോ തീയിടുകയോ ചെയ്യുന്ന സാഹചര്യം സമീപകാലത്ത് വളർന്നു വന്നു. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കേറ്റ ഏറ്റവും വലിയ പുഴുക്കുത്താണ് ആ സംഭവങ്ങൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതേപോലെ തന്നെ ഒരു പ്രദേശത്ത് ബീഫ് നിരോധിക്കുന്ന നിലവാരം വരുന്നു. നമ്മുടെ രാജ്യത്ത് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്നുവെങ്കിൽ അത് നിഷേധിക്കാനും നിരോധിക്കാനും ആർക്കാണ് അവകാശം? അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ബൗദ്ധിക നിലവാരങ്ങളെ തോക്കുകൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം വരുന്നതിന്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് ഞാനും നിങ്ങളും ഏറെ ഞെട്ടലോടുകൂടി കേട്ട ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിത്വം കർണാടകയിലെ പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ കൽബുർഗിയുടെ ഏറ്റവും ദാരുണമായ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും. പെരുമാൾ മുരുകനെ പോലുള്ള സാഹിത്യകാരന്മാരെ തൂലിക താഴെ വെപ്പിക്കാൻ തക്ക രൂപത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സംഭവങ്ങൾ, ധവോൾ പൊർക്കെ പോലുള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്തിനും മതനിരപേക്ഷതയ്ക്കും നാം ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള സമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിനും ഏറ്റവും വലിയ രൂപത്തിലുള്ള വെല്ലുവിളി വരുന്ന ഒരു ഘട്ടം ഉയർന്നു വരുന്നു. അവിടെയാണ് ഇവിടെ മുൻ തിരുമേനി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും നല്ല സനാതനമായ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ ഉയരാൻ മതനിരപേക്ഷ ഭാരതത്തിന്റെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കാൻ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഹൈന്ദവനായിരുന്നാലും അതുപോലെ തന്നെ ക്രൈസ്തവനായിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് സമകാലീന ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിന്താവിഷയം എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലയിൽ ഉണർന്നും ഉയർന്നും ചിന്തിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഒരു രൂപം മാതൃകയുമാണ് ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ട് നാനാജാതി മതസ്ഥർക്ക് ഇവിടെ ആത്മീയ നിർവൃതിയുടെ അത്യുന്നതങ്ങളിലേക്ക് അനയിക്കപ്പെടാൻ അവസരം ഒരുക്കുന്നത് പോലെ തന്നെ ഭൗതിക ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുന്ന പുണ്യപ്രവർത്തികളും ഏറ്റെടുക്കുന്നത്. ഈ രണ്ടും സമന്വയിപ്പിക്കുമ്പോൾ ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ഏറ്റവും നല്ല രൂപത്തിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ മണർകാട് പള്ളിയോടനുബന്ധിച്ച് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ 8 നോമ്പിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ സമ്മേളനവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം എല്ലാ വിഭാഗം ആളുകളെയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അതെല്ലാം അഭിനന്ദനീയമായ പ്രവർത്തനങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ലഭിക്കുന്ന വരുമാനങ്ങളിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു അച്ഛൻ, ഇവിടുത്തെ ദേവാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വരുമാനങ്ങളും വീതം വെക്കുന്ന രൂപത്തിലേക്ക് ആതുര സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ സാമൂഹിക വിവാഹം നടക്കുന്ന രംഗത്തേക്ക്, അതുപോലെ തന്നെ ഇവിടെ അമ്മ വീട് പോലുള്ള മറ്റ് ഏറ്റവും വലിയ അനാഥാലയങ്ങളടക്കം പാവപ്പെട്ടവർക്ക് അഭയകേന്ദ്രങ്ങളായി മാറുന്ന അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടെല്ലാം മുന്നോട്ട് വരുന്ന ഈ പ്രവർത്തനങ്ങളെ നമുക്കേറെ ഈ കാലഘട്ടത്തിൽ അഭിനന്ദിക്കാം. ഇവിടെ എന്നെ ഏൽപ്പിച്ച ചടങ്ങെന്ന് പറയുന്നത് ഈ മീറ്റിംഗിലെ ഏറ്റവും ധന്യമായ അല്ലെങ്കിൽ ഏറ്റവും ശ്ലാഘനീയമായ ഒരു ചടങ്ങായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മുതിർന്നവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് അത് സംസ്കാരമുള്ള ഒരു ജനതയുടെ ലക്ഷണമാണ്. മുതിർന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുക എന്നത് സനാതനമായ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ അത്തരത്തിൽ നമുക്ക് മുമ്പിൽ നടന്ന് അവരുടെ ജീവിതത്തിന്റെ വസന്തം മുഴുവൻ ഒരു സമൂഹ സൃഷ്ടിക്കായും അതുപോലെ തന്നെ പിന്നാലെ വരുന്നവരുടെ സംരക്ഷണത്തിനുമായി ജീവിതാന്ത്യം മുഴുവൻ പ്രയോജനപ്പെടുത്തി ഇന്ന് വന്ധ്യവയോജികരായി മാറിയിരിക്കുന്ന കാരണവന്മാരെ ഒരുപക്ഷെ വർത്തമാന കാലഘട്ടത്തിൽ അഭയകേന്ദ്രങ്ങളിലും അനാഥമന്ദിരങ്ങളിലും ഇന്ന് കാരണവന്മാരെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് പലരും തിരിഞ്ഞു നോക്കാനാവാത്ത അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചരിത്രപ്രസിദ്ധമായ തിരുനാളിനോടനുബന്ധിച്ച് മുതിർന്നവരെ ഈ തരത്തിൽ ആദരിക്കാൻ, ബഹുമാനിക്കാൻ ഇടവക ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഏറെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചടങ്ങ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയശതമാനം ലഭിച്ചവർക്കെല്ലാം ഇവിടെ അവാർഡും സ്കോളർഷിപ്പുകളും എല്ലാം നൽകുന്നു. ഇവിടെ ഒട്ടേറെ വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസ രംഗത്ത് വിവിധ തലത്തിലുള്ള കോഴ്സുകളിൽ ഉന്നതസ്ഥാനീയരായി മാറിയിരിക്കുന്നു. അവരെല്ലാം നല്ല പരിശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗമാണ് അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ ആ ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതോടൊപ്പം അവരെ അതിന് പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളെയും അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്
ആ വിദ്യാഭ്യാസ മെറിറ്റും അതുപോലെ തന്നെ സ്കോളർഷിപ്പും എല്ലാം വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ചടങ്ങും ഈ സന്ദർഭത്തിൽ നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വയോജന സംഘടനയിലെയും വനിതാ സമാജത്തിലെയും മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ്. അതിന് അർഹതായത് വയോജന സംഘടനയിൽ നിന്ന് തോമസ് പുന്നൻ ഇലവുങ്കൽ മണർകാട്, ടി കെ കുരുള തെക്കേൽ ബാലം. വനിതാ സമാജത്തിൽ നിന്ന് അന്നമ്മ തോമസ് കുളപ്പുറത്ത്, ശോശാമ്മ മാത്യു പുതിയ വീട്ടിൽ പറമ്പിൽ. ഈ 4 പേര് സ്റ്റേജിലേക്ക് കടന്നു വരിക. അതോടൊപ്പം തന്നെ മേളം ചാരിറ്റി ഇന്റർനാഷണൽ പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാപറമ്പിൽ അവറുകൾക്ക് അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ഇടവകയുടേതായ ഒരു സ്നേഹോപഹാരം ഇപ്പോൾ അഭിനന്ദന ഇടവമെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്നതായിരിക്കും. (2015) 8 നോമ്പ് പെരുന്നാളോടനുബന്ധിച്ച് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ നൽകുന്ന മെറിറ്റ് അവാർഡിന് അർഹരായവർ ഈ ഇടവകയിലെ പള്ളി വക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ പരീക്ഷകളിൽ 2014-2015 വർഷത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവർ ഇവിടെ പേര് വിളിക്കാൻ പോവുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് അർഹരായവർ നേരത്തെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ എത്രയും വേഗം ഈ സ്റ്റേജിന്റെ തെക്കുവശത്ത് എത്തിച്ചേരണം. തെക്കുവശത്തുകൂടി ഈ സ്റ്റേജിൽ പ്രവേശിച്ച് നിങ്ങൾക്കുള്ള അവാർഡ് വാങ്ങി വടക്ക് വശത്തുകൂടി താഴേക്ക് ഇറങ്ങിപ്പോകണമെന്ന് ഓർപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, അവാർഡ് വാങ്ങുവാൻ വരുന്നവര് തെക്കുവശത്തെ വാതിൽ വഴി സ്റ്റേജിൽ പ്രവേശിച്ച് അവാർഡ് വാങ്ങി വടക്ക് വശത്തെ വാതിൽ വഴി പുറത്തേക്ക് പോകണം. പേര് വിളിക്കുന്നു. 10ാം ക്ലാസ് ഇടവകയിലെയും സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെയും CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A1 ഗ്രേഡ് നേടിയവർ: 1 ദീപക് സജി ഇളംകുളത്ത് മണർകാട്. ദീപക് സജി ഇളംകുളത്ത് മണർകാട്. എത്രയും വേഗം നിങ്ങൾ സ്റ്റേജിലേക്ക് കടന്നു വരണം. സമയം വളരെയേറെ കടന്നുപോയിരിക്കുന്നു. സ്നേഹ സൂസൻ വർഗീസ് വെള്ളാപ്പള്ളിൽ മണർകാട്. സ്നേഹ സൂസൻ വർഗീസ് വെള്ളാപ്പള്ളിൽ മണർകാട്. മരിയ ഫിലിപ്പ് കിഴക്കേപ്പറമ്പിൽ കുരിപ്പേടം. മരിയ ഫിലിപ്പ് കിഴക്കേപ്പറമ്പിൽ കുരിപ്പേടം. ഈ ഇടവകയിൽ 10ാം ക്ലാസ് CBS പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A1 ഗ്രേഡ് നേടിയവർ: ബീന ഏലിയാമ്മ വിനോദ് കൊല്ലമല മണർകാട്. ബീന ഏലിയാമ്മ വിനോദ് കൊല്ലമല മണർകാട്. അൻസു അന്ന ഏബ്രഹാം മടത്തിപ്പറമ്പിൽ തിരുവഞ്ചൂർ. സോനു മറിയം റെനി പുത്തമ്പരയ്ക്കൽ മണർകാട്. ഡോണ സൂസൻ ഷിബു മുക്കാലിത്തറ മണർകാട്. രഞ്ജു ജോൺ തോമസ് കിഴക്കേടത്ത് മറ്റത്തിൽ മണർകാട്. റീരു അന്ന കുര്യാക്കോസ് ഇട്ടിയാടത്ത് മാലം. ആൽബി ഷിബി ചാണ്ടിക്കുഞ്ഞ് ഈരേച്ചേരിൽ മണർകാട്. സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 10ാം ക്ലാസ് CBS പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A1 ഗ്രേഡ് നേടിയ മറ്റുള്ളവർ: അമർ ജീവൻ വൈഷ്ണവം മാലം. ജസ്ലിൻ സാറ ജോസ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് മണർകാട്. നളന്ദ S കുരിയന്നൂർ പെരുവന്താനം. ശ്രദ്ധിക്കുക, നിങ്ങൾ അവാർഡ് വാങ്ങി വടക്ക് വശത്തെ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. സ്റ്റാലിൻ ഡാനി ഷാജി വടക്കേടത്ത് ചെങ്ങന്നൂർ. ശ്രേയ ചാക്കോ ചുഴികുന്നേൽ വെള്ളൂർ. ഈ ഇടവകയിലും സെന്റ് മേരീസ് ഹൈസ്കൂളിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥി ഷിനോ കെഇ കിഴക്കേൽ മാലം. സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥി ഡിനു കെ ബിജു കുന്നുംപുറത്ത് മാലം. ഈ ഇടവകയിൽ SLCക്ക് എല്ലാ വിഷയത്തിനും A ഗ്രേഡ് നേടിയ മറ്റുള്ളവർ: ആൻബി സൂസൻ എബ്രഹാം കരിമ്പന്നൂർ മണർകാട്. റോണി തോമസ് ഇട്ടിയാടത്ത് മണർകാട്. സാന്ദ്ര സജി മുണ്ടയ്ക്കൽ മാലം.
ഹന്ന ദാനിയേൽ കുറുപ്പുംപറമ്പിൽ മണർകാട്. ഡിപ്ലോമ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ ജോബിൻ എബ്രഹാം മൈലക്കാട്ട് വെള്ളുക്കുട്ട. +2 ഈ ഇടവകയിലും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും +2 എല്ലാ വിഷയത്തിലും A ഗ്രേഡ് നേടിയവർ. ആഷ്ലി സൂസൻ ടി പൈനങ്കൽ മണർകാട് ബയോളജി. റീനു മേരി ജോർജ് വണ്ടാനത്ത് തിരുവഞ്ചൂർ ബയോളജി. ഷീബ വി എബ്രഹാം വെട്ടിക്കുന്നേൽ വെള്ളൂർ ബയോളജി. ടീനു രാജൻ തണ്ടാശ്ശേരി തിരുവഞ്ചൂർ ബയോളജി. അലീന കെ മാണി കൊരട്ടിയിൽ മാലം കൊമേഴ്സ്. ഈ ഇടവകയിൽ +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ ഗ്രേഡ് നേടിയ മറ്റുള്ളവർ. ലിബിത TM പുളിക്കുന്നേൽ മാലം ബയോളജി. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ മറ്റുള്ളവർ. അഖിൽ തോമസ് പായിക്കാട്ട് സൗത്ത് പാമ്പാടി ബയോളജി. പ്രവീൺ ജോസ് പുതിയടത്ത് അയർക്കുന്നം കമ്പ്യൂട്ടർ സയൻസ്. അഭിഷേക് മോഹൻ അടാട്ട് തിരുവഞ്ചൂർ കൊമേഴ്സ്. ജിബ്സ മോൾ M പള്ളിപ്പറമ്പിൽ തിരുവഞ്ചൂർ ഹ്യൂമാനിറ്റീസ്. ഈ ഇടവകയിൽ +2 CBSE പരീക്ഷയിൽ കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ. സെറിൻ സാറ ഷിബു പറപ്പള്ളിച്ചിറ വടവാടൂർ ബയോളജി ഫുൾ A1. ഏലിയാസ് കുര്യൻ കരിമ്പനത്തറ മണർകാട് കമ്പ്യൂട്ടർ സയൻസ് ഫുൾ A1. അരുൺ ഈപ്പൻ എബ്രഹാം പടിഞ്ഞാറെ ചെറുവത്ര പാറമ്പുഴ കൊമേഴ്സ്. ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച ഇടവകങ്ങൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കേരള യൂണിവേഴ്സിറ്റി അബിൻ മോസസ് തെങ്ങുംതുരുത്തേൽ മണർകാട്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോണി തോമസ് തടത്തിമാക്കൽ മണർകാട്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് MG യൂണിവേഴ്സിറ്റി റോജിൻ തടത്തിൽ മണർകാട്. BSc അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ MG യൂണിവേഴ്സിറ്റി സുബിൻ കുര്യൻ PDAക്കൽ മണർകാട്. ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി കുസാറ്റ് രേഷ്മ എബ്രഹാം ആലക്കപ്പറമ്പിൽ മണർകാട്. BCA മോഡൽ 3 MG യൂണിവേഴ്സിറ്റി VA മത്തായി വടക്കേക്കര മണർകാട്. BBA മോഡൽ 3 MG യൂണിവേഴ്സിറ്റി അൻസു അന്ന ഈപ്പൻ വടക്കേടത്ത് ചിറയ്ക്കൽ. BCom മോഡൽ 1 MG യൂണിവേഴ്സിറ്റി ശ്വേത സൂസൻ മാത്യു മേച്ചേരിൽ മണർകാട്. BSc മാസ് മോഡൽ 1 MG യൂണിവേഴ്സിറ്റി മറിയ തോമസ് ഒറ്റപ്ലാക്കൽ കുഴിപ്പുരയിടം. BSc ഫിസിക്സ് മോഡൽ 1 MG യൂണിവേഴ്സിറ്റി നേബ മേരി തോമസ് ഇലഞ്ഞിത്തറ വെള്ളിക്കുട്ട. BSc നഴ്സിംഗ് MG യൂണിവേഴ്സിറ്റി അന്നമ്മ കുര്യൻ ഓണാട്ട് പാറമ്പുഴ. PGക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഇടവകങ്ങൾ MTech സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കുസാറ്റ് അന്ന മർക്കോസ് ചെറുവത്ര പാറമ്പുഴ. MTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ് MG യൂണിവേഴ്സിറ്റി ജിൻസി കുര്യാക്കോസ് PDAക്കൽ മണർകാട്. MTech ഇലക്ട്രോണിക് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ VLSI ആൻഡ് എംബഡഡ് സിസ്റ്റം കുസാറ്റ് ബസന്ത് സാബു കരിമ്പന്നൂർ കുഴിപ്പുരയിടം. MTech അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം MG യൂണിവേഴ്സിറ്റി ജോബിൻ കുര്യൻ കിഴക്കേ കാലായിൽ മണർകാട്. MEd സയൻസ് MG യൂണിവേഴ്സിറ്റി ബ്ലസിമോൾ സാബു എടാട്ട് വടവാതൂർ. MSc കെമിസ്ട്രി MG യൂണിവേഴ്സിറ്റി ഡിബിമോൾ തോമസ് അക്കരക്കുന്നേൽ മാലം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അലൻ കുര്യാക്കോസ് കാലായിൽ മാലം. MSc നഴ്സിംഗ് OBG അനു പോൾ കോടകേരിൽ പുത്തമ്പറമ്പിൽ മാങ്ങാനം. MSc നഴ്സിംഗ് മെഡിക്കൽ സർജിക്കൽ ജാക്സിൻ സാറ ജേക്കബ് ചെറുവത്ര തിരുവഞ്ചൂർ. ഈ ഇടവകയിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചവർ സെന്റ് മേരീസ് ITC ഇലക്ട്രോണിക് മെക്കാനിക്കൽ ടോം കെ ജോണി കിഴക്കേക്കര കൂടല്ലൂർ കോട്ടയം. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വിഷ്ണുദേവ് MV
മേലേത്ത് SH മൗണ്ട് PO കോട്ടയം. ഇലക്ട്രീഷ്യൻ ഷാൻ AM ആറുപറയിൽ ചെങ്ങളം കോട്ടയം. ട്രാൻസ്ഫർ സിവിൽ ലിജോ മാത്യു കൊച്ചുപറമ്പിൽ ചാന്നാനിക്കാട് കോട്ടയം. ഫിറ്റർ ഷാഹുൽ ടോമി പൂരകുഴി നെല്ലിമറ്റം PO എറണാകുളം. മെക്കാനിക്കൽ ഡീസൽ ഹരിജിത്ത് P ബാബു പടവത്ത് മല്ലൂശ്ശേരി കോട്ടയം. സെന്റ് മേരീസ് നഴ്സിംഗ് സ്കൂൾ ടീന ജോസഫ് കരിങ്ങളാത്തിൽ TP പുരം വാഴൂർ. സെന്റ് മേരീസ് കോളേജ് BSc കെമിസ്ട്രി അനഘ A ശാന്തിഭവൻ ലാക്കാട്ടൂർ കോട്ടയം. BCom അഭിജിത്ത് S മുണ്ടക്കൽ തിരുവഞ്ചൂർ കോട്ടയം. BA ഇംഗ്ലീഷ് മാളവിക വിശ്വനാഥ് അക്ഷര എലിയാറയ്ക്കൽ കോന്നി. BA ഹിസ്റ്ററി അർജുൻ VM കളത്തുകടവ് കോട്ടയം. BSc ഫിസിക്സ് അനിന മോൾ അനി കരോട്ട് കിഴക്കേരിൽ പുത്തൻചന്ത വാകത്താനം. BSc സുവോളജി നിനു C അന്ത്രയോസ് ചക്കുപുരയ്ക്കൽ പുതുപ്പള്ളി. MSc സുവോളജി വിനു ചെറിയാൻ പുളിവേലി കരോട്ട് ചാന്നാനിക്കാട് കോട്ടയം. MSc കെമിസ്ട്രി ഷിനേഷ് T കൂനിയിൽ മൊകേരി പാനൂർ കണ്ണൂർ. MCom ജീന ജേക്കബ് മാടപ്പാട്ട് പയ്യന്നൂർ കണ്ണൂർ. സ്പെഷ്യൽ അവാർഡ് for the record winner in Pi 1 value Amal AB Joseph ഇട്ടിയാടത്ത് വെള്ളൂർ. ഇത് ഒരു ലോക റെക്കോർഡാണ്. പൈയുടെ വില 3.14 ആണ്. അതിന്റെ ഒരു വാക്ക് അദ്ദേഹം ഇത് പറയുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് റെക്കോർഡ് കിട്ടിയത് പൈയുടെ വാല്യൂ 50 ഡിജിറ്റ്സ് 3.14 എന്ന വാല്യൂവിൻ്റെ ആദ്യത്തെ 50 ഡെസിമൽ പോയിന്റ്സ് ആണ്. ഞാൻ പതുക്കെ പറയാം. 3.14159265358979323846264338 327950288419716939937510. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും റെക്കോർഡുകൾ നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2015 ഏറ്റവും പെരുന്നാളിൽ വെച്ച് നടത്തപ്പെടുന്ന ആധ്യാത്മിക സംഘടനകളുടെ പൊതുവാർഷിക സമ്മേളനത്തിൽ നൽകുന്ന ക്യാഷ് അവാർഡുകളുടെയും ട്രോഫികളുടെയും വിവരം. JSLC 2014 പരീക്ഷയിൽ മൺട്രാൾ ഡിസ്ട്രിക്റ്റിൽ 1ാം സ്ഥാനം നേടിയ കുട്ടിക്കുള്ള ക്യാഷ് അവാർഡ് ടീന ബിനു എലിസബത്ത് കുറ്റിയേക്കുടർ സൺഡേ സ്കൂൾ. JSLC 2014 പരീക്ഷയിൽ മൺട്രാൾ ഡിസ്ട്രിക്റ്റിൽ 2ാം സ്ഥാനം നേടിയ കുട്ടിക്കുള്ള ക്യാഷ് അവാർഡ് റൂബി എലിസബത്ത് കുറ്റിയേക്കുടർ സൺഡേ സ്കൂൾ. MJSSA +2 2014 പരീക്ഷയിൽ മൺട്രാൾ ഡിസ്ട്രിക്റ്റിൽ 1ാം സ്ഥാനം നേടിയ കുട്ടിക്കുള്ള ക്യാഷ് അവാർഡ് ഏലിയ CI കുറ്റിയേക്കുടർ സൺഡേ സ്കൂൾ. MJSSA +2 2014 പരീക്ഷയിൽ മൺട്രാൾ ഡിസ്ട്രിക്റ്റിൽ 2ാം സ്ഥാനം നേടിയ കുട്ടിക്കുള്ള ക്യാഷ് അവാർഡ് അനന്യ എബ്രഹാം മൺട്രാൾ സെൻട്രൽ സൺഡേ സ്കൂൾ. മൺട്രാൾ ഡിസ്ട്രിക്റ്റിൽ 5 മുതൽ 9 വരെ ക്ലാസുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടിക്കുള്ള ക്യാഷ് അവാർഡ് ക്ലാസ് 5 ബെലീന വർഗീസ് മൺട്രാൾ സെൻട്രൽ സൺഡേ സ്കൂൾ. 6 പ്രസീഡ് ജേക്കബ് ജോസ്. ഈ കുട്ടിക്ക് മൺട്രാൾ ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല അഖില മലങ്കര അടിസ്ഥാനത്തിൽ 3ാം സ്ഥാനമാണ്. ഒരു വലിയ കയ്യടി ആ കുട്ടി കൊടുക്കാം. 7ാം ക്ലാസ് അലീന വർഗീസ് സെൻട്രൽ സൺഡേ സ്കൂൾ. 8ാം ക്ലാസ് ആൻ മേരി തോമസ് കുറ്റിയേക്കുന്ന് സൺഡേ സ്കൂൾ. 9ാം ക്ലാസ് കെസിയ MS അമേനൂർ സൺഡേ സ്കൂൾ. 11ാം ക്ലാസ് ആതിര റേച്ചൽ രാജു കുറ്റിയേക്കുന്ന് സൺഡേ സ്കൂൾ. MJSSA മൺട്രാൾ ഡിസ്ട്രിക്റ്റിൽ 10ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടി പഠിക്കുന്ന സൺഡേ സ്കൂളിൽ നൽകുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് പൗലൂസ് സെക്കൻഡ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് അർഹമായിരിക്കുന്നത് സെന്റ് മേരീസ് സൺഡേ സ്കൂൾ കുറ്റിയേക്കുന്ന്. കുറ്റിയേക്കുന്ന് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. MJSSA മൺട്രാൾ ഡിസ്ട്രിക്ട് 10ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ 2ാം സ്ഥാനം നേടി കുട്ടിയെ പഠിക്കുന്ന സൺഡേ സ്കൂളിൽ നൽകുന്ന നിരാണ്ടവന്യന്റെ ശ്രീ കുറിയാക്കോസ് മാർ കൂറിലോസ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് അർഹമായിരിക്കുന്നത് സെന്റ് മേരീസ് സൺഡേ സ്കൂൾ കുറ്റിയേക്കുന്ന്.
ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന 16 സൺഡേ സ്കൂളുകളിലെയും 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടി പഠിക്കുന്ന സൺഡേ സ്കൂളിൽ നൽകുന്ന എടാട്ട് വർഗീസ് കുരുവിള മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് അർഹമായിരിക്കുന്നത് സെന്റ് മേരീസ് സൺഡേ സ്കൂൾ മണർകാട് സെൻട്രൽ. ഇതോടെ സമ്മാനദാനം അവസാനിച്ചിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് കൃതജ്ഞതയാണ്. ഈ പള്ളിയുടെ ബഹുമാന്യരായ ട്രസ്റ്റിമാര് ശ്രീ KM കുര്യാക്കോസ് വണ്ടാനത്ത്, ശ്രീ PA ചെറിയാൻ പാണാപറമ്പിൽ, ശ്രീ എബി വർഗീസ് മുണ്ടാനിക്കൽ, ഇവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ എബി വർഗീസ് മുണ്ടാനിക്കൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വളരെ ബഹുമാനപ്പെട്ട അഭിവന്യ കോട്ടയം ഇടവ മെത്രാപ്പൊലീത്ത തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിവന്യ കുര്യാക്കോസ് മാർ തെയോഫിലോസ് തിരുമേനി, നമ്മുടെ ഇടവ വികാരി E.T. കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ ഇട്ടിയാടത്ത്, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ആമുഖമായും ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ റിപ്പോർട്ടിലൂടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയിലേക്ക് ഞാൻ ആദ്യം തന്നെ കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് ഇടവ മെത്രാപ്പൊലീത്തയായ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് തിരുമനസ്സുകൊണ്ടാണ്. ഏതാണ്ട് 3500 ഇടവ കുടുംബാംഗങ്ങളുള്ള 15,000-ഓളം ഇടവകങ്ങളുമുള്ള ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ ആവശ്യങ്ങളും കുറവുകളെല്ലാം മനസ്സിലാക്കി എല്ലാ രീതിയിലും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ ഈ നയിക്കുന്ന അഭിവന്യ തിരുമേനിക്ക്, ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഈ ഭരണസമിതിക്ക് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഇന്ന് നമ്മളെ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച അഭിവന്യ കുര്യാക്കോസ് തിയോഫിലോസ് തിരുമേനി യാക്കോബായ സഭയുടെ ഓജസ്സും തേജസ്സുമാണ്. അഭിവന്യ തിരുമേനിയും അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്കും കൃതജ്ഞത പറയുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. അതുപോലെ സമ്മേളനത്തിൽ ആശംസാ പ്രസംഗങ്ങളും സേവാസംഘം നിർമ്മിച്ചു നൽകിയ ഭവനങ്ങളെ താക്കാൽദോലം നൽകിയത് പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിലാണ്. സ്വന്തം ജീവിതം മാത്രമല്ല, തൻ്റെ സഹജീവിയുടെ ജീവിതവും മേളാത്മകം ആകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ. അദ്ദേഹത്തെ ഈ യോഗത്തിന് വേണ്ടി ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മുഖ്യ നേതാക്കന്മാർക്കും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത വളരെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾക്കും, അത് റിപ്പോർട്ട് വായിച്ച ഷാജി കെ ജോൺ കരിമ്പന്നൂർ, സ്വാഗതം അർപ്പിച്ച E.T. കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ ഇട്ടിയാടത്ത്, അതുപോലെ നമ്മുടെ സമ്മാനദാനവും മുതിർന്നവരെ ആദരിക്കുകയും ചെയ്ത വളരെ ബഹുമാനപ്പെട്ട VN വാസവൻ സാറിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. MSc കെമിസ്ട്രി MG യൂണിവേഴ്സിറ്റി ഡിബിമോൾ തോമസ് അക്കരക്കുന്നേൽ മാലുമിന് അവാർഡ് കൊടുത്തു. എന്നാൽ ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. ആ കുട്ടി ഈ MG യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. ഒരു കയ്യടി ആ കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗം പര്യവസാനിപ്പിക്കും. ബറക്മോർ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധയായ അമ്മയുടെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.